അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? സൗണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് തന്നെയാണോ കേൾക്കുന്നത്, അതോ ക്ലിയർ ഇല്ലാത്ത രൂപത്തിലാണോ കേൾക്കുന്നത്? കുഴപ്പമില്ലല്ലേ? ശരി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. كما قال نبينا المصطفى محمد صلى الله عليه وسلم تمسك بحبل الله واتبع الهدى ولا تك بدعيا لعلك تفلح ولذ بكتاب الله والسنة التي أتت عن رسول الله تنجو وتفلحوا. ബഹുമാന്യരായ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റേഡിയോ വഴിയായിട്ട് ഇതിന്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എന്ത് കിട്ടിയില്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ദീനി പ്രവർത്തനങ്ങളും, വിശിഷ്യ നമ്മുടെ ഈ ദഅവ സംരംഭമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിന്റെ സവാബും പ്രതിഫലവും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ സഹോദരങ്ങളിലേക്കും സഹോദരന്മാരിലേക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മളോട് പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഉള്ള ഒരുപാട് ആളുകളുണ്ട്. 10-18 വർഷമായിട്ട് ഒരു സ്വന്തം കുട്ടിയുടെ അസുഖം കാരണത്താൽ വിഷമിക്കുന്ന ഒരു രക്ഷിതാവ് കുറച്ചു നേരം മുമ്പ് എന്റെ അടുക്കൽ വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യട്ടെ. സർവോപരി നമ്മളൊക്കെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഉരുവിട്ട് സന്തോഷത്തോടുകൂടി അല്ലാഹുവിന്റെ ലിഖായിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും അഹലുകാർക്കും മാതാപിതാക്കൾക്കും നമുക്ക് വിജ്ഞാനം പകർന്നു തന്ന ഉസ്താദുമാർക്കും അതുപോലെ നമുക്ക് വിജയത്തിന്റെ വഴി കാണിച്ചു തരുന്ന നമ്മുടെ മറ്റു മഹാന്മാരായ ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ആചാരം നല്ലതും ചീത്തയും എന്ന വളരെ പ്രസക്തമായ സന്ദർഭോചിതമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ ഒരു വിലയിരുത്തൽ എല്ലാ തിങ്കളാഴ്ചയും നടത്തുക. മുസ്റാഖുൽ യൗം നിലനിൽക്കുന്ന എത്ര കാലമുണ്ടോ അതിനിടയിൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ എല്ലാ ആഴ്ചയിലും നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തപ്പെടുന്ന നമ്മുടെ ഈ വിഷയം, അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. വളരെ സുദീർഘമായ വിഷയത്തിന്റെ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിക്കുവാനുള്ള ടൈം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുടിസായിട്ടുണ്ട്. കാരണം നാളെ
അത് രാവിലെ തന്നെ ദർസിലുള്ള കുട്ടികൾക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുത്ത് കൊടുത്തതിന് ശേഷം എറണാകുളത്തേക്ക് പോകേണ്ടുന്ന ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ വേഗം ക്ലാസ് റൂമിൽ നിന്ന് തിരിച്ചു പോന്ന് വിശ്രമിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന കാര്യങ്ങൾ നല്ലവർക്ക് പറയാനും ദീനിന് വിരുദ്ധമാവാത്ത വിധത്തിൽ സംസാരിക്കാനും അത് കേട്ട് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത്. കഴിഞ്ഞ എന്റെ ക്ലാസ് കേട്ട ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. കേട്ടവരെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന് പറയുകയുണ്ടായി, ആചാരം എന്നതിന്റെ വാക്ക് അതിന്റെ ഭാഷാപരമായ അർത്ഥങ്ങളും അത് സാങ്കേതികമായി ഉദ്ദേശങ്ങളും, അങ്ങനെ ആ ആചാരത്തെ വർഗീകരിക്കുമ്പോൾ സദാചാരം, അനാചാരം എന്നിങ്ങനെ രണ്ടായിട്ടുള്ള വർഗീകരണങ്ങൾ, അതിനെ അറബീകരിച്ച് പറയുമ്പോൾ സുന്നത്ത് ബിദ്അത്ത് എന്നാണ് നമ്മൾ സാധാരണ മതത്തിന്റെ ഭാഷയായിട്ട് അല്ലെങ്കിൽ അറബി ഭാഷയിൽ നമ്മൾ അതിനെ പരിചയപ്പെടുകയും പരിചയപ്പെടുത്താറും ചെയ്യുന്നത് സുന്നത്ത് ബിദ്അത്ത്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉദ്ധരണി, ആ ഉദ്ധരണി ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ തന്റെ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തന്റെ അൽ ഹാവീലിൽ ഫതാവ, അങ്ങനെ ഒരുപാട് കിതാബുകളുടെ പേര് കുറെ എണ്ണം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വിഷയം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ നാലാലൊരു പ്രമാണത്തോട് യോജിക്കുന്ന കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതേസമയത്ത് ഇവയോട് വിയോജിക്കുന്ന കാര്യങ്ങൾ, ഇവ മുഴുവത്തിനോടും വിയോജിക്കുന്ന, ഒന്നിരിക്കൽ ഖുർആനിനോട്, അല്ലെങ്കിൽ ഹദീസിനോട്, അതല്ലെങ്കിൽ ഇജ്മാഇനോട്, അതല്ലെങ്കിൽ ഖിയാസിനോട്, ഇങ്ങനെ 4 പ്രമാണങ്ങളോടും വിയോജിപ്പുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചീത്ത ആചാരം എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഒന്നുകൂടി ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റിന് ശേഷം ഞാനൊരു പുസ്തകം ഇവിടെ ഉദ്ധരിക്കും. അത് മുജാഹിദ് വിഭാഗത്തിന്റെ ആളുകൾ എഴുതിയ ഒരു പുസ്തകമാണ്, അതൊരു സാമ്പിളാണ്. ആ സാമ്പിൾ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ മുജാഹിദുകൾക്കും ബാധകമാണ്. മുജാഹിദുകൾക്ക് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും അത് ബാധകമാണ്. തത്തുല്യമായ എന്തൊക്കെ ടീമുണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. അപ്പൊ അതിനൊരു സാമ്പിൾ, ഒരു പുസ്തകത്തിന്റെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കും. അപ്പൊ അതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സുന്നത്ത് ബിദ്അത്ത് എന്ന ഈ സുന്നത്ത് പറഞ്ഞാല് നല്ല ആചാരം, ബിദ്അത്ത് എന്ന് പറഞ്ഞാല് ചീത്ത ആചാരം, അല്ലെങ്കിൽ നല്ല വിശ്വാസം. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ചീത്ത വിശ്വാസം. വിശ്വാസരംഗത്തും സുന്നത്തും ബിദ്അത്തുമുണ്ട്, ആചാരരംഗത്തും സുന്നത്തും ബിദ്അത്തുമുണ്ട്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ അതിനെ പരിചയപ്പെട്ടത്. അതേസമയത്ത് സുന്നത്ത് എന്നുള്ള വാക്കിന് വേറെയും പല അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, ഏറ്റവും ചുരുങ്ങിയത് സുന്നത്ത് എന്ന വാക്കിന് നമ്മൾ സാധാരണക്കാരായ ആളുകൾ തന്നെ, പണ്ഡിതന്മാർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ തന്നെ ഏറ്റവും ചുരുങ്ങിയത് സുന്നത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിന് 3 സാങ്കേതികമായ വിവക്ഷ അല്ലെങ്കിൽ ഉദ്ദേശ്യം നൽകാറുണ്ട്. ഒന്ന്, ഖുർആന് സുന്നത്ത് എന്ന് പറയാറുണ്ട്. ഖുർആൻ സുന്നത്ത് എന്ന് പറയാറുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരേക്കുമുള്ള ആ വിശുദ്ധമായ അള്ളാഹുവിന്റെ കലാം, അതാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത്. അതിലാർക്കും സംശയമില്ല, അതിലാർക്കും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല, നമ്മുടെ വിഷയവുമായിട്ട് അത് ബന്ധപ്പെടുന്നുമില്ല. അതേസമയത്ത് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അതേ നാവ് അടച്ചു പൂട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ ആ സുന്നത്തിന്റെ ഉദ്ദേശം എന്താണ്? അത് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ഇമാമുമാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അഖ്വാലുഹു വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ തുടങ്ങിയ നബിയുടെ ജീവിത ചര്യയെ സംബന്ധിച്ചാണ് സുന്നത്ത് എന്ന് പറയുക. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമ്, സുന്നത്ത് എന്ന് പറയുന്നത് നബിയുടെ ചര്യ. ഇതാണ് ഒരു പ്രയോഗം. രണ്ടാമത്തെ പ്രയോഗം ബിദ്അത്ത് സുന്നത്ത് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ബിദ്അത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ എതിരിൽ പറയുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നല്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാം.
ബിദ്അത്തിന്റെ എതിരിൽ, ഖുർആനിന്റെ എതിരിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നാണ് അർത്ഥം. അതേസമയത്ത് ബിദ്അത്തിന് ഓപ്പോസിഷൻ ചെയ്യുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നബിചര്യ എന്നല്ല, മറിച്ച് പ്രമാണത്തിനോട് വിരുദ്ധമാവാത്തവ, പ്രമാണം കൊണ്ട് തെളിയിക്കപ്പെടാവുന്നവ. അത് നബിചര്യയിൽപ്പെട്ടതാവാം, ഖുർആനിൽ പറഞ്ഞ കാര്യമാവാം, അതല്ലെങ്കിൽ ഇജ്മാ കൊണ്ട് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാവാം, അതുമല്ലെങ്കിൽ ഖിയാസ് കൊണ്ട് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളുമാവാം. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരുടെ മുമ്പിൽ ഇത്തരം ക്ലാസുകളൊക്കെ എടുക്കപ്പെടുന്നതിന് കാരണം സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അതും ഇതും പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിതൊക്കെ പറയുന്നത്. ചില വിഷയങ്ങൾ ഒരുപക്ഷെ ഖുർആനിൽ നോക്കിയാൽ കാണൂല, നേർക്കുനേരെ ഉള്ള പരാമർശം കണ്ടെത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെ നബിചര്യയിലും നേർക്കുനേരെ കണ്ടെത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുമല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇമാമികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവരുടെ കിതാബുകളിൽ അതിന്റെ വിധി ഏകോപിച്ച് പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കില്ല. പക്ഷേ അതേ സമയത്ത് ഈ 3 പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ഒരു മുജ്തഹിദിന്റെ മുമ്പാകെ ഖിയാസ് എന്ന് പറയുന്ന 4ാം പ്രമാണം വെച്ചുകൊണ്ട് അതിന്റെ മതവിധി അത് ഇസ്ലാമികമാണോ ഇസ്ലാമികമല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രമാണം അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് മുജാഹിദിന്റെ ഒരു പ്രമുഖനായ ഒരു മൗലവിയെ അടുത്ത് പോയി. അങ്ങനെ ഒരു ക്വാർട്ടേഴ്സിൽ വെച്ചുകൊണ്ട് അയാളോട് സംസാരിക്കാം. വ്യക്തമായി ഞാൻ പേര് പറയുകയാണെങ്കിൽ അയാളെ പേര് ബഷീർ മൗലവി എന്നാണ്. എടവണ്ണപ്പാറക്കാരനാണ്. മലപ്പുറം ജില്ലയിലുള്ള എടവണ്ണപ്പാറക്കാരനായ ബഷീർ മൗലവി, അയാൾ അന്ന് താമസിച്ചിരുന്നത് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അവിടെയുള്ള ഒരു ക്വാർട്ടേഴ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അയാളോട് സംസാരിക്കുന്നത്. അപ്പൊ അയാൾ ചില വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചു, ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് കേൾക്കുന്ന ശ്രോതാക്കളുടെ അവരെന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു സുമ്മ ഖൂലു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തുൽ ഖായിമ. ബാങ്ക് കൊടുക്കുന്നയാളുടെ ശബ്ദം ബാങ്കുലി നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളായ നിങ്ങൾ ആ ബാങ്കുകാരൻ പറയുന്നത് പോലെ നിങ്ങൾ അത് ഉത്തരം ചെയ്യണം. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സ്വഹീഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായ ഹദീസുണ്ട്. ആർക്കും തർക്കമില്ലാത്ത, എതിരഭിപ്രായമില്ലാത്ത ഒരു വിഷയമാണത്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നവന് ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞത് ശ്രോതാക്കളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരിആണ്, ശറഇന്റെ വക്താവാണ്. ആ ശാരിആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ശിരസാ വഹിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ വിഷയത്തിൽ ശാരിആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുള്ളത് ശ്രോതാക്കളോടാണ്. ശ്രോതാക്കൾ വാങ്ക് കൊടുക്കുന്ന ആളോടല്ല, ശ്രോതാക്കളോടാണ്. ഏതുപോലെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നയാളാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന 221 പേർ സംസാരം കേൾക്കുന്നവരാണ്. റേഡിയോയിൽ വഴി കേൾക്കുന്ന എത്രയോ ആളുകൾ അവരും ശ്രോതാക്കൾ മാത്രമാണ്. അപ്പോ ഇപ്പോ പറയാണ്, എന്താ പറയുന്നത്, അഡ്മിൻ ആയ ബഹുമാനപ്പെട്ട നമ്മുടെ നൂർ ഫൈസ് ഉസ്താദ് പറയാണ്, അബൂബക്കർ ദാരിമി മാത്രം സംസാരിക്കുക, ബാക്കിയുള്ളവരെല്ലാം സംസാരം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ള ഉത്തരവ് എന്നോട് മാത്രമാണ്. അതേസമയത്ത് ശ്രവിക്കുക എന്നുള്ള ഉത്തരവ് അത് നിങ്ങളോട് മാത്രമാണ്. എന്നതുപോലെ ബാങ്കുകാരന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ബാങ്കുകാരൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുക. ബാങ്കുകാരൻ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുപോലെ പറയുക. ബാങ്കുകാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് ശ്രോതാക്കളായ നിങ്ങൾ ചൊല്ലുക. ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുള്ള വളരെ വ്യക്തമായ ഹദീസാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഹദീസുകാരായ ബഷീർ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ കവലപ്രഭാഷകനായ വ്യക്തിയുടെ മുമ്പാകെ ഇട്ടുകൊടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ മുജാഹിദുകാരനാണല്ലോ, നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്രി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ
അയാൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് ചൊല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി കൂളായിട്ട് മറുപടി പറഞ്ഞു. അതൊരു കെണിയിൽപ്പെടുത്തുന്ന ചോദ്യമാണെന്ന് തിരിച്ചറിയാതെ അയാൾ കൂളായിട്ട് പറഞ്ഞു, ചൊല്ലാറുണ്ടല്ലോ, അതിപ്പോ എന്തിനാ അവിടെ ഇടേണ്ട ആവശ്യം, അത് നമ്മൾ തർക്കമുള്ള വിഷയമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉസൂൽ അനുസരിച്ച് അവിടെ തർക്കം വന്നിട്ടുണ്ട്. കാരണം ബാങ്കുകാരനോട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് നബിചര്യയിൽ എവിടെയാണുള്ളത്? അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞതായിട്ട് റസൂലുള്ള പറഞ്ഞതായിട്ട് ഏത് ഹദീസിലാണുള്ളത്? ഇല്ലല്ലോ. പക്ഷേ ആ പ്രശ്നത്തിന് നമ്മുടെ ഇമാമുമാർ വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിലും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു തന്റെ കൻസുർ റാഗിബീൻ എന്ന കിതാബിലും, അങ്ങനെയുള്ള ഒരുപാട് കിതാബുകൾ, ആ കിതാബുകളിലൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ശ്രോതാക്കൾ ചൊല്ലണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബാങ്കുകാരനും അത് സുന്നത്താണ്, അതിന്റെ പ്രമാണമാണ് ഖിയാസ്. കണ്ടോ? അപ്പൊ ബാങ്കുകാരൻ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് ചൊല്ലുന്ന ആചാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ ആചാരം ഖുർആനിൽ തെരഞ്ഞാൽ അതിന്റെ പ്രമാണം ഒരുപക്ഷെ ഇല്ല, ഹദീസിൽ അതിന്റെ പ്രമാണം കാണുന്നില്ല. പിന്നെ ഉള്ളത് എവിടെയാണ്? ഖിയാസ്. ഖിയാസ് കൊണ്ടാണ് ആ വിഷയത്തിന്റെ മതവിധി ഇമാമുമാർ നമുക്ക് മുമ്പാകെ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബിദ്അത്ത് ഇനി എതിരിൽ പറയുന്ന സുന്നത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ബിദ്അത്തിന് എതിരിൽ പറയുന്ന സുന്നത്ത്, അക്കാര്യം ബിദ്അത്താണ്, ഇക്കാര്യം സുന്നത്താണ് എന്ന് പറയുമ്പോൾ ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നല്ല അതിന്റെ അർത്ഥം. ശരിക്കും മനസ്സിലാക്കണം. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? നാലാലൊരു പ്രമാണത്തോട് വിയോജിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് സുന്നത്ത്. അത് നബിയുടെ കാലഘട്ടത്തിലുള്ളതാവാം, പിൽക്കാലത്ത് വന്നതുമാവാം. അതേസമയത്ത് ബിദ്അത്ത്, അനാചാരം എന്ന് പറഞ്ഞാലോ നാലാലൊരു പ്രമാണം കൊണ്ട് തെളിയിക്കാൻ സാധ്യമാവാത്തത്, അല്ലെങ്കിൽ 4 പ്രമാണങ്ങളോട് വിയോജിപ്പുള്ളത്, യോജിക്കാത്തത്, അത് നബിയുടെ കാലത്തുള്ളതാവട്ടെ സ്വഹാബത്തിന്റെ കാലത്തുള്ളതാവട്ടെ ഖിയാമത്ത് നാളിന്റെ മുമ്പാകെ എന്നുണ്ടാകുന്ന കാര്യവുമാവട്ടെ. ഈ അർത്ഥത്തിലാണ് ഇവിടെ നമ്മുടെ ചർച്ചയിൽ. ഏതാണ് നമ്മുടെ ചർച്ച? ആചാരങ്ങൾ നല്ലതും ബിദ്അത്ത് ചീത്തയും എന്ന് പറഞ്ഞാൽ ആചാരങ്ങളിലെ സുന്നത്തായ ആചാരങ്ങൾ, ആചാരങ്ങളിലെ ചീത്തയായ ആചാരങ്ങൾ എന്ന അർത്ഥത്തിൽ പറയുന്നത്, ആ അർത്ഥത്തിൽ പറയുന്നത് ഒരിക്കലും നബിചര്യ എന്ന അർത്ഥത്തിലല്ല. എന്നാൽ മുജാഹിദിന്റെ ഒരു പുസ്തകം ഞാൻ വായിക്കാൻ പോവാണ്. ഈ പുസ്തകത്തിന്, എന്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ പേര് അഹ്ലുസുന്നത്തി വൽ ജമാഅ ആദർശ ഗൈഡ് എന്നാണ്. ഷാഫി സലാഹി ചങ്ങലീരി എന്ന് പറഞ്ഞ ആളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിന്റെ 109-ാമത്തെ പേജിൽ പറയുന്നു. എന്താ പറയുന്നത്? എന്താണ് സുന്നത്ത്? ഇതിൽ സുന്നത്തും ബിദ്അത്തുമാണ് ഇതിലുള്ള ചർച്ച. എന്താണ് സുന്നത്ത്, ബിദ്അത്തും അപകടങ്ങളും തുടങ്ങിയതാണ് ഇതിലുള്ള ചർച്ചാ വിഷയം. അപ്പൊ ബിദ്അത്ത് എന്നതിന്റെ എതിരിൽ പറയുന്ന സുന്നത്ത് എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിൽ പറയാണ്, നബിയുടെ വാക്കുകളും അല്ലെ സുര്യ എന്നാണ്. നബിയുടെ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും ചെയ്യാൻ വേണ്ടി അവിടുന്ന് തീരുമാനിച്ച കാര്യങ്ങളുമാണ് സുന്നത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഇക്കാര്യം പണ്ഡിതന്മാരെല്ലാം ഏകകണ്ഠമായി അംഗീകരിക്കുന്നതാണ്. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവും പ്രസിദ്ധ ഹദീസ് പണ്ഡിതനുമായ ഇബ്നു ഹജർ അസ്ഖലാനി എഴുതുന്നു, അസ്സുന്നത്തു മാ ജാഅ അൻ നബി മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീരിഹി വ മാ ഹമ്മ ബിഫഅലിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദം, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. നോക്കണം, യഥാർത്ഥത്തിൽ ഫത്ഹുൽ ബാരിയിലെ ഈ നിർവചനം പറയുന്നത് ബാബുൽ ഇഅ്തിസാബി ബിൽ കിതാബി വ സുന്ന എന്ന അധ്യായത്തിലാണ്. ഖുർആൻ ഹദീസ് കൊണ്ട് മുറുകെ പിടിക്കുന്നതിനെ പറ്റി പറയുന്ന അധ്യായം എന്നു പറഞ്ഞിടത്തുള്ള സുന്നത്തിന്റെ വിവക്ഷ, ആ വിവക്ഷയാണ് ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതൊരിക്കലും തന്നെ സുന്നത്ത് ബിദ്അത്ത് എന്ന ചർച്ചയിൽ വരുന്ന നിർവചനം അല്ല. ഈ മഹാവിഡ്ഢിത്തരം ഇത് നമ്മളെ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ളതും മരിച്ചുപോയതുമായ സകലമാന വഹാബികൾക്കും സകലമാന മൗദൂദികൾക്കും
സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഹാബികൾക്കും മൗദൂദികൾക്കും എന്നവർ ഉടലെടുത്തോ അന്നു മുതൽക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണത്. യഥാർത്ഥത്തിൽ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ സുന്നത്ത് എന്നതിൽ പറയുന്ന സുന്നത്തല്ല ബിദ്അത്ത് സുന്നത്ത് എന്ന് പറയുന്നതിലുള്ള സുന്നത്തിന്റെ അർത്ഥം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കാണ്, അത് ബിദ്അത്തല്ലേ, അത് സുന്നത്തല്ലല്ലോ, അപ്പൊ എന്താ അത് ബിദ്അത്തല്ലേ സുന്നത്തല്ലല്ലോ നിങ്ങൾ പറയാൻ കാരണം അത് നബിചര്യയിലില്ല, നബിചര്യയെ പറ്റിയാണ് സുന്നത്ത് എന്ന് അവൻ പറയുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയുക, സുഹൃത്തെ തെറ്റി. ബിദ്അത്തിന്റെ എതിരിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നല്ല അർത്ഥം, മറിച്ച് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തവ എന്നാണ് അർത്ഥം. അത് നബിചര്യയാവാം, ഖുർആനിൽപ്പെട്ടതാവാം, ഇജ്മാഇന്റെ കാര്യമാവാം, ഖിയാസ് കൊണ്ടുള്ള വിഷയമാവാം. ഈ വസ്തുത നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട മുജാഹിദുകൾക്ക് അതുപോലെയുള്ള ആളുകൾക്കൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഭാഷയിൽ, സൗഹാർദ്ദ ബുദ്ധിയിൽ, സ്നേഹഭാഷയിൽ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആദ്യക്കൊന്ന് 1ാം ക്ലാസ് മുതൽക്ക് തന്നെ ABCD മുതൽക്ക് തുടങ്ങി കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇനി മറ്റൊരു അർത്ഥത്തിലും സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ പറയും മുഹർ നിസ്കാരം ഫർളാണ്, അതേ സമയത്ത് തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ഇതിന്റെ അർത്ഥം എന്താണ്? മുഹർ നിസ്കാരം ഫർളാണ്, തറാവീഹ് നിസ്കാരം സുന്നത്താന്ന് പറഞ്ഞാൽ തറാവീഹ് നിസ്കാരം നബിചര്യയാണ്, മുഹർ നിസ്കാരം നബിചര്യയല്ലാത്ത മറ്റൊരു ഫർളാണ് എന്നാണോ? അല്ല. അവിടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ സുന്നത്തുകളല്ല, ഖുർആനിന്റെ എതിരിൽ പറയുന്ന സുന്നത്തല്ല, അതുപോലെ ബിദ്അത്തിന് എതിരായിട്ട് പറയുന്ന സുന്നത്തുമല്ല, മറിച്ച് ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ കുറ്റവും ലഭിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഫർള് എന്ന് പറയുക. സുന്നത്തെന്ന് പറഞ്ഞാലോ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ഈ അർത്ഥത്തിലാണ് സുന്നത്ത് എന്ന് പറയുക. അപ്പോ ഇവ മാറിപ്പോവാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ പണ്ഡിതന്മാര് മാത്രം അവരുടെ മേഖലകളിൽ ഒതുങ്ങി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും അറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. പക്ഷെ അതുപോലും നമ്മുടെ നാട്ടിലുള്ള ഈ ബിദ്അത്ത് ആരോപകരായ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മഹാ അത്ഭുതം. ഞാൻ ഒന്നുകൂടി ആ വിഷയം ആവർത്തിക്കുന്നു. സുന്നത്ത് എന്ന പ്രയോഗത്തിന് ഏറ്റവും ചുരുങ്ങിയത് 3 വിവക്ഷയുണ്ട്. ഒന്ന്, ഖുർആനിന്റെ എതിരിൽ പറയുന്ന സുന്നത്ത്, അതിന്റെ അർത്ഥം നബിചര്യ എന്നാണ്. 2, ഫർളിന്റെ എതിരിൽ പറയുന്ന സുന്നത്ത്, അതിന്റെ അർത്ഥം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്നാണ്. 3ാമത്തത് ബിദ്അത്തിന്റെ എതിരിൽ പറയുന്ന സുന്നത്ത്, അതിന്റെ അർത്ഥം പ്രമാണങ്ങളോട് യോജിച്ചത് എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിലുള്ള സുന്നത്തും അതിനെതിരുള്ള ബിദ്അത്തുമാണ് നമ്മുടെ ചർച്ച. അപ്പൊ ഈ ചർച്ചയിൽ ഒരു വിഷയം സുന്നത്താണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. എന്റെ ശ്രോതാക്കൾ എല്ലാവരും മനസ്സിലാക്കുക. വിമർശനത്വരയോടുകൂടി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ ഇവിടെ ചർച്ചാ വിഷയത്തിലുള്ള ആചാരം നല്ലതും ചീത്തയും എന്ന് പറയുമ്പോൾ നല്ലതിനെ പറ്റി സുന്നത്തായ ആചാരമെന്നും ചീത്തതിനെ സംബന്ധിച്ച് ബിദ്അത്തായ ആചാരമെന്നും പറയുമ്പോൾ അതൊരു സാങ്കേതിക വാക്കുകളാണെന്നും അവയ്ക്ക് നൽകപ്പെടുന്ന ഉദ്ദേശ്യം സുന്നത്തെന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളോട് യോജിച്ചവ അല്ലെങ്കിൽ പ്രമാണങ്ങളോട് വിയോജിക്കാത്തവ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളോട് വിയോജിച്ചവ, പ്രമാണങ്ങളോട് എതിരായവ. ഈ അർത്ഥത്തിലാണ് സുന്നത്തും ബിദ്അത്ത് എന്ന് പറയേണ്ടത്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ അവരാണ് പല നല്ല ആചാരങ്ങളെ സംബന്ധിച്ചും അതൊന്നും നബി ചെയ്തിട്ടുണ്ടോ എന്ന ഒരു മറുചോദ്യം ചോദിച്ചിട്ട് എന്നിട്ട് അതിന് സ്വയം തന്നെ പറയുന്നു അത് നബി ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ചീത്തയായ ബിദ്അത്താണ് എന്ന പരാമർശം നടത്തിക്കൊണ്ട് ഇവിടെ ഗീർവാണം നടത്തുന്ന ആളുകൾക്ക് മുഴുവൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നന്നായി മനസ്സിലാക്കണം. അപ്പോ ഈ ഇങ്ങനെയുള്ള ബിദ്അത്ത് സുന്നത്ത് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽപ്പെട്ട ബിദ്അത്ത്
പല അർത്ഥത്തിലും പല നിലക്കുള്ള ബിദ്അത്തുണ്ട്. അഥവാ അനാചാരങ്ങൾ പല നിലക്കും വരും. ഹറാമായ ബിദ്അത്തുകളുണ്ട്, ഹറാമായ ബിദ്അത്തുകൾ. അതുപോലെ തന്നെ കറാഹത്തായ ബിദ്അത്തുകളുണ്ട്. അതുപോലെ സുന്നത്തായ ബിദ്അത്തുകളുണ്ട്. അല്ല, സുന്നത്തിന്റെ എതിരിൽ ചീത്ത ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അത് ഹറാമായ ബിദ്അത്തുണ്ട്, കറാഹത്തായ ബിദ്അത്തുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പള്ളികളൊക്കെ മോടി പിടിപ്പിക്കുക എന്നുള്ളത്, വളരെ പള്ളികളൊക്കെ അലങ്കരിച്ചുകൊണ്ട് മോടി പിടിപ്പിക്കുക എന്നുള്ള ഏർപ്പാട് നബിയുടെ കാലത്തില്ല, അതൊക്കെ പിൽക്കാലത്ത് വന്ന ഏർപ്പാടുകളാണ്. പക്ഷെ അതൊരു ഹറാമല്ല, എങ്കിലും അത് കറാഹത്താണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് അങ്ങനെ പള്ളികൾ മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് മോടി പിടിപ്പിച്ച മഹല്ലത്തുകാരെ അള്ളാഹു നരകത്തിലിടുന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതേസമയത്ത് ഹറാമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകരമായ ബിദ്അത്തുകൾ, കുറ്റകരമായ ബിദ്അത്ത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സിനിമ കാണുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കുട്ടികളിലും പ്രേക്ഷകരിലും ലൈംഗികാസക്തി വർദ്ധിപ്പിക്കുന്ന, മദ്യപാനശീലത്തിന് പ്രചോദനം നൽകുന്ന, മൂല്യങ്ങളെ തകർത്തുകളയുന്ന, ധാർമ്മിക ബോധം ഇല്ലാതെയാക്കുന്ന, ഇസ്ലാമികത ഇല്ലാതെയാക്കുന്ന ഒരു പരിപാടിയാണല്ലോ സിനിമ എന്നത്. ആ പണി പൂർവ്വകാലത്തില്ലാത്ത പുതുതായി കണ്ടുപിടിക്കപ്പെട്ടൊരു കാര്യമാണ്, പുതുതായി ജനങ്ങളിൽ വ്യാപിച്ചൊരു വിഷയമാണ്. അത് ഹറാമിന്റെ പരിധിയിലാണ് വരിക, അത് മുഹറമത്തായ വിഷയമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത് കർമ്മപരമായ ഹറാമായ ഒരു വിഷയമായതുകൊണ്ട് സാധാരണഗതിയിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ബിദ്അത്ത് എന്ന് പറയാതെ ഹറാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രയോഗമാണ് നടത്താറുള്ളത്. അതേസമയത്ത് വിശ്വാസപരമായ ബിദ്അത്തുകളുണ്ട്, വിശ്വാസപരമായ ബിദ്അത്തുകൾ. എന്താണ് വിശ്വാസപരമായ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാല് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രം, ഒരു ഇബാറത്ത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ പറയാണ്, വൽ മുറാദു ബി അസ്ഹാബിൽ ബിദഅ മൻ കാന അലാ ഖിലാഫി മാ അലൈഹി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസങ്ങൾ അഥവാ ഇമാം അബുൽ ഹസനുൽ അശ്അരിയുടെയും അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു തആല അൻഹുവിന്റെയും അവർ ക്രോഡീകരിച്ചു രേഖപ്പെടുത്തിയ വിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ടുണ്ടാക്കിയ വിശ്വാസങ്ങൾ എന്നല്ല, നബിയുടെയും സഹാബത്തിന്റെയും വിശ്വാസങ്ങൾ എന്തായിരുന്നുവെന്ന് കൃത്യമായിട്ട് ക്രോഡീകരിച്ചു വെച്ച, അല്ലാഹു തആല ഈ ഉമ്മത്തിന് സമ്മാനമായി നൽകിയ വലിയ മഹാപണ്ഡിതന്മാരായ ഇമാമുമാരാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി തങ്ങളും ബഹുമാനപ്പെട്ട അബൂ മൻസൂറുൽ മാതുരീദി തങ്ങളും. ഈ രണ്ട് ഇമാമുമാരും, ഇവർ രണ്ടു പേരും ക്രോഡീകരിച്ച ഇസ്ലാമിന്റെ വിശ്വാസങ്ങളുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ റസൂലുമാരെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും ഖദറിനെ കുറിച്ചും ഒക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. പരലോകത്ത് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും എന്നാണ് ഈ രണ്ട് ഇമാമുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ പറ്റൂല എന്ന് പറയുന്ന വിശ്വാസം, കാണാൻ കഴിയൂല, അതാണ് മുഅ്തസിലിയാക്കളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഖലീഫമാർ, 4 ഖലീഫമാരിൽ 1-ാം സ്ഥാനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കാണ്, 2-ാം സ്ഥാനം ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്കാണ്, 3-ാം സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്, 4-ാം സ്ഥാനം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്. ഇതാണല്ലോ, ഈ ക്രമത്തിലൂടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. എന്താ വിശ്വസിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാട്ടിലും പ്രഥമൻ, ഇസ്ലാമിൽ 1-ാം സ്ഥാനക്കാരൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അപ്പൊ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പ്രയോഗം നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. സഹാബത്തിന്റെ കാലത്ത് ഞങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാരാണെന്നൊരു പ്രയോഗമില്ല. താബിഈങ്ങളുടെ കാലത്തും അത് വർദ്ധിച്ചു വന്നിട്ടില്ല. അത് ജനകീയമായത്, അല്ലെങ്കിൽ അതൊരു സാങ്കേതിക ശബ്ദമായിട്ട് ജനങ്ങളുടെ നാവിൻ തുമ്പിലൂടെ വളർന്നു വന്നത് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനുൽ അശ്അരി തങ്ങളും അബൂ മൻസൂറുൽ മാതുരീദി തങ്ങളുടെയും രംഗപ്രവേശത്തോടുകൂടെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കാണിച്ചു തന്ന അല്ലെങ്കിൽ ക്രോഡീകരിച്ചു തന്ന സാക്ഷാൽ ഇസ്ലാമിക വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ച് സുന്നത്തിന്റെ ആൾക്കാർ അഥവാ സുന്നികളൊന്നും, അതേസമയത്ത് ഈ വിശ്വാസധാരയിൽ നിന്ന് തെറിച്ചുപോയ, അതിനെ ദുർവ്യാഖ്യാനിച്ച ആളുകളെ സംബന്ധിച്ച് ബിദ്അത്തിന്റെ ആൾക്കാർ അഥവാ പുത്തനാശയക്കാർ എന്നും പറയുന്നു.
അപ്പോ ഒരു സംശയം ഉണ്ടാവും, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മുജാഹിദുകൾ ജമാഅത്തുകാരൊക്കെ സുന്നിയാളല്ല, അവരൊക്കെ പുത്തനാശയക്കാരാണ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്? ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ഈ പറഞ്ഞ ഇബാറത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? അവരൊക്കെ ഈ രണ്ടാമതും വിശ്വാസധാരക്ക് പുറത്തുപോയവരാണ്. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മുഅ്ജിസത്തുകളും കറാമത്തുകളും അവർക്ക് അല്ലാഹു തആല പിന്നെ അവർക്ക് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും അല്ലാഹു തആല കൊടുക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നും ആ സഹായം അവരോട് ചോദിക്കുന്നതിന് വിരോധമില്ലെന്നുമുള്ള വിശ്വാസധാര. ആ ധാര ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ, അത് ഇസ്ലാമിന്റെ സാക്ഷാൽ വിശ്വാസമാണ്. അതിൽ നിന്ന് തെറിച്ചുപോയ, അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന വിഭാഗം എന്ന നിലക്ക് മുജാഹിദുകൾ ജമാഅത്തുകാരൊക്കെ പുത്തൻവാദികളാണ്, അല്ലെങ്കിൽ പുത്തനാശയക്കാരാണ്. അപ്പൊ ആശയപരമായ അഥവാ വിശ്വാസപരമായ ബിദ്അത്ത്, വിശ്വാസപരമായി സത്യപാതയിൽ നിലകൊള്ളുന്നവരെ സംബന്ധിച്ച് സുന്നത്തിന്റെ ആൾക്കാർ അഥവാ സുന്നികൾ എന്ന് പറയും. അതേസമയത്ത് വിശ്വാസരംഗത്ത് പിഴച്ചുപോയ പാർട്ടിക്കാരെ സംബന്ധിച്ച് ബിദ്അത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ മുബ്തദിഈകൾ എന്ന് പറയും. ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ആളുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഫിഖഹിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അവർ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ജമാഅത്തിൽ തുടരുന്നത് ശരിയല്ല. അവരോട് അങ്ങോട്ട് സലാം ചൊല്ലുന്നത് ഒഴിവാക്കേണ്ടതാണ്. അവർ സലാം ചൊല്ലിയാൽ അതിന് വഅലൈക്കുമുസ്സലാം എന്ന് മറുപടി പറയേണ്ടതില്ല. അഥവാ സാധാരണ സുന്നികൾ തമ്മിലുള്ള ബന്ധങ്ങൾ അവരോട് പുലർത്തേണ്ടതില്ല. അവരുമായുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ തെർക്കുൽ ആശയപരമായിട്ട് തെർക്കുൽ മുവാലാത്ത് അഥവാ ബന്ധവിച്ഛേദം, അതാണ് അവരുമായിട്ടുള്ള നമ്മുടെ സമീപനം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള അവരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങള് അതുപോലെയുള്ള മറ്റു ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. അവർക്ക് നമ്മൾ ഹിദായത്ത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവർ ബിദ്അത്തിൽ ആയിക്കൊണ്ടിരിക്കെ അവരുമായിട്ട് നമുക്കൊരു വെറുപ്പ് മാനസികമായിട്ട് വെച്ചു പുലർത്തേണ്ടതുണ്ട്. ഇതൊക്കെ വിശ്വാസരംഗത്ത് പഴച്ചുപോയ പാർട്ടിക്കാരെ സംബന്ധിച്ചാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളത്. അതേസമയത്ത് വിശ്വാസപരമായിട്ട് സാക്ഷാൽ വിശ്വാസരംഗം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചാണ് സുന്നികൾ എന്ന് പറയുക. സുന്നികളുമായിട്ടുള്ള മാനസികമായ ബന്ധം ഒരിക്കലും ബിദ്അത്തുകാരുമായിട്ട് പുലർത്തുന്നത് സുന്നികൾക്ക് ഭൂഷണമല്ല. ഇതൊക്കെ പറയുന്നത് അഖീദ രംഗത്തുള്ള അഥവാ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിന്റെ ബേസായ വിശ്വാസരംഗത്തുള്ള വിശ്വാസരംഗത്ത് വിശ്വാസവും ആചാരവും രണ്ടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ കൽബിനുള്ളിലുള്ള വിഷയമാണ്, അത് പുറത്തേക്ക് കാണൂല. ആചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാണ്, അത് പുറമേക്ക് കാണപ്പെടും. ആ ഒരു വ്യത്യാസമാണ് വിശ്വാസവും ആചാരവും തമ്മിലുള്ളത്. അപ്പൊ വിശ്വാസപരമായി പിഴച്ച പാർട്ടിക്കാരെ സംബന്ധിച്ച് ബിദ്അത്തുകാർ അല്ലെങ്കിൽ മുബ്തദിഈകൾ എന്ന് പറയും. വിശ്വാസപരമായിട്ട് ശരിപാതയിൽ നിലകൊള്ളുന്നവരെ സംബന്ധിച്ച് സുന്നത്തിന്റെ ആൾക്കാര് അല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയും. അപ്പോ ഒരു നാലാമതൊരു അർത്ഥം കൂടി സുന്നത്തിനും ബിദ്അത്തിനും സുന്നത്തിന് വരികയാണ്. എന്താണ്? വിശ്വാസരംഗത്ത് യഥാർത്ഥ പാതയെ സംബന്ധിച്ച് സുന്നത്തെന്നും ആ പാതയിലുള്ളവരെ സംബന്ധിച്ച് സുന്നികളെന്നും, വിശ്വാസരംഗത്ത് പിഴച്ച പാതയെ സംബന്ധിച്ച് ബിദ്അത്തെന്നും ആ പാതയിലുള്ള ആളുകളെ സംബന്ധിച്ച് ബിദ്അത്തുകാർ അഥവാ പുത്തനാശയക്കാർ എന്നും പറയുന്ന ഒരു വിശദീകരണം. ഇത് നമ്മൾ വളരെ വ്യക്തം. ഇത് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. ഈ അടിസ്ഥാനത്തിലാണ് നബിയുടെ സ്വഹാബത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഷിയാക്കൾ പുത്തൻവാദികളായത്. ഈ അടിസ്ഥാനത്തിലാണ് ഖവാരിജുകൾ പുത്തൻവാദികളായത്, മുഅ്തസിലിയാക്കൾ പുത്തൻവാദികളായത്, ജബരിയാക്കളും ജഹ്മിയാക്കളും ഖദരിയാക്കളും എല്ലാം പുത്തൻവാദികളാണ്. മുർജിഅത്തിന്റെ ആളുകൾ പുത്തൻവാദികളായത്, റവാഫിദികൾ, ഇസ്മായിലികൾ, നവ്വാബിയാക്കള്, ഇങ്ങനെ എത്ര എണ്ണിയാലൊടുങ്ങാത്ത 70 ചില്ലാനും വിഭാഗം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സതഫ്തരികു ഉമ്മത്തി അൻ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ ഖാലൂ വമാ ഹിയ യാ റസൂലല്ലാഹ് ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് വേർപിരിയും, എല്ലാം നരകത്തിൽ, ഒന്ന് മാത്രം സ്വർഗത്തിൽ. ഏതാണ് ആ രക്ഷപ്പെട്ട വിഭാഗം? അത് ഞാനും സ്വഹാബത്തും ഉൾക്കൊള്ളുന്ന വിശ്വാസം ഉൾക്കൊണ്ടവർ. നബിയുടെയും സ്വഹാബത്തിന്റെ വിശ്വാസത്തെ തെദ്വീൻ ചെയ്ത് തന്ന ഇമാമികൾ അഥവാ അതിനെ ക്രോഡീകരിച്ചു തന്ന ഇമാമുമാരാണ് ബഹുമാനപ്പെട്ട
അബുൽ ഹസൻ അശ്ശരി, ബഹുമാനപ്പെട്ട അബു മൻസൂർ മാതുരീദി, അല്ലേ? ഷൈരിയാക്കൾ എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അതുപോട്ടെ, അത് നമുക്ക് പിന്നെ വേറെ ചർച്ച ചെയ്യാം. ഇഷ്ടംപോലെ നമ്മൾ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ സ്പെഷ്യലായിട്ട് പറഞ്ഞോളുന്നില്ല. അപ്പൊ ചുരുക്കത്തില് ഇങ്ങനെയുള്ള അതിന്റെ ആധുനികമായ രൂപങ്ങളാണ് ഇപ്പോ വഹാബികള്, അതുപോലെ തന്നെ മാസോളിസ്റ്റുകള്, അതുപോലെ ഷിയാക്കള്, റാഫിലിയാക്കള്, മൗദൂദികള്, തബ്ലീഗിസ്റ്റുകള് പോലുള്ള ആളുകളൊക്കെ അതിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രൂപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ആചാരപരമായ ബിദ്അത്തുകളുണ്ട്. ആചാരപരമായ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന, ഒറ്റക്കായും കൂട്ടമായും സാമൂഹികമായും നിർവഹിക്കുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ. അത് ഇസ്ലാമിന്റെ മറ്റൊരു ഭാഗമാണ്. ഈ ആചാരാനുഷ്ഠാനപരമായ സുന്നത്തും ആചാരാനുഷ്ഠാനപരമായ ബിദ്അത്തും എന്നുവെച്ചാൽ പ്രമാണത്തോട് വിയോജിപ്പില്ലാത്ത ചര്യകളും പ്രമാണത്തിന് തികച്ചും വിരുദ്ധമായ ചര്യകളും. യോജിക്കുന്ന ചര്യകളെ സംബന്ധിച്ച് സുന്നത്തെന്നും വിയോജിക്കുന്നവയെ സംബന്ധിച്ച് ബിദ്അത്തെന്നും പറയുന്ന ആ ഒരു അർത്ഥത്തിൽ സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയും. അക്കൂട്ടത്തിൽ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ചില കൊച്ചു കൊച്ചു ആചാരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ചിലത് പലപ്പോഴും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളായിരിക്കും. അതിലൊരൊറ്റ ഉദാഹരണം, കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നതിൽ ഒരുപാട് നമുക്ക് പറയാം. ഇപ്പൊ സാധാരണ നമ്മളെ സക്കരിയ സലാഹി അവർകൾ, അദ്ദേഹം ഇപ്പോ ലോകത്തിന്റെ ഏത് മൂലയിലാണെന്ന് അന്വേഷിച്ചിട്ട് അന്വേഷകന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, CBIക്ക് വിടണമെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്തോട്ടെ. അപ്പോ അയാളൊക്കെ വളരെ രൂക്ഷമായിട്ട് പരിഹാസ്യമായിട്ട് നമ്മുടെ കേരളത്തിലുടനീളം ഗൾഫ് നാടുകളിലും ഒക്കെ പ്രസംഗിച്ച് നടന്നൊരു വിഷയമാണ് ഈ സുന്യാക്കന്റെ ഒരു പരിപാടി. എന്തിനും അൽഫാത്തിയ, ഗൾഫിൽ പോകാൻ അൽഫാത്തിയ, ഗൾഫിൽ നിന്ന് വരാൻ അൽഫാത്തിയ, മയ്യത്തൊരുക്കുമ്പോൾ അൽഫാത്തിയ, കുടിരിക്കുമ്പോൾ അൽഫാത്തിയ, പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് അൽഫാത്തിയ, ദർസ് തുടങ്ങുമ്പോൾ അൽഫാത്തിയ, വഅദ് തുടങ്ങുമ്പോൾ അൽഫാത്തിഹ, പിന്നെ എന്തിനൊക്കെയാണ് അൽഫാത്തിയ? ഇങ്ങനെ അൽഫാത്തിയ കൊണ്ട് വേറെ ഒരു ശ്വാസം വിടാനും കൂടി സുന്യാക്ക് സമയമല്ല എന്ന് തോന്നിപ്പോകും ഇയാളെ പറച്ചിലേട്ടാൽ. 24 മണിക്കൂറും അൽഫാത്തിയാണ്. സുന്യാക്ക് നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, സക്കാത്തില്ല, ഖുർആനോത്തില്ല, സലാത്തില്ല, ദാനധർമ്മമില്ല, സാമൂഹിക പ്രവർത്തനമില്ല, വിദ്യാഭ്യാസ പ്രവർത്തനമില്ല, അതുപോലെ കാർഷിക പ്രവർത്തനമില്ല, ഒന്നുമില്ല, വെറും അൽഫാത്തിയ തന്നെ. അൽഫാത്തിയ ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തോന്നിപ്പോകും ഇയാളെ പറച്ചിലേട്ടാൽ. നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുമെങ്കിലും ഒരു അമുസ്ലിം ഒരാളിപ്പോ ഇയാളെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ തോന്നിപ്പോകും. കാരണം ആ ജാതി രൂപത്തിലുള്ള ഒരു അവതരണവും വിശദീകരണമാണ് ഇവർ നടക്കാറുള്ളത്, അല്ലേ? എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത്? സക്കരിയ ഇപ്പോ ദീൻ പഠിക്കുന്ന തിരക്കിലാണ്. ദീൻ പഠിക്കുന്ന തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി അല്ലാഹു അലം. അപ്പൊ ചുരുക്കത്തില് ഇവിടെ എന്താണ് സംഭവം? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദുആർക്കാണ്. ഇപ്പൊ ഗൾഫിൽ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ദ്വാരന്ന് കൊണ്ട് പടച്ചവനോട് നമ്മളെ കാര്യങ്ങൾ പറയാം. അതല്ലെങ്കിൽ നമ്മളൊരു വഴന്ന് തുടങ്ങുമ്പോൾ നമ്മളൊരു കൂടിയിരുന്നു കൊണ്ട് ദ്വാരക്കാണ്. അല്ലെങ്കിൽ ഒരു വീട് ഉദ്ഘാടനത്തിന് നമ്മളൊന്ന് ദ്വാരക്കാണ്. അല്ലെങ്കിൽ പ്രസവിച്ച ഒരു വീട്ടില് നമ്മൾ ദ്വാരക്കാണ്. അല്ലെങ്കിൽ ഭക്ഷണാനന്തരം ദ്വാരക്കാണ്. ഈ സമയത്തൊക്കെ ദ്വാരക്ക എന്നുള്ളത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു ഇബാദത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഇബാദത്ത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലുള്ള സുന്നത്ത്. എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പല്ല് തേക്കുക. പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നും 12 മണിക്ക് പല്ല് തേക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. പല്ല് തേക്കുക എന്നുള്ളത് കൂലിട്ടുന്ന കാര്യമാണല്ലോ. റബ്ബ് തആലാക്ക് മർലാത്താണ്. അതുപോലെ തന്നെ വായക്ക് ശുദ്ധീകരണമാണ് പല്ല് തേപ്പ് എന്ന് പറയുന്നത്. എല്ലാ നിസ്കാരവേളയിലും അല്ലെ നിങ്ങളോട് പല്ല് തേക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കും. ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക് ഇൻദ കുല്ലി സലാത്തിൻ. എല്ലാ നിസ്കാരവേളയിലും അല്ലെങ്കിൽ എല്ലാ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നേനെ, പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് പല്ല് തേക്കുക എന്നുള്ളത്. കക്കൂസൊന്നൊഴികെ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഒഴികെ ബാക്കിയുള്ള ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. പല്ല് തേക്കുക, ബ്രഷ് ചെയ്യുക.
അപ്പൊ ഒരാൾ 12 മണിക്ക് പല്ലേക്കും. അപ്പൊ ഒരു മുജാഹിദ് സക്കരിയ മൗലവി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 മണിക്ക് പല്ല് തേച്ചതായിട്ട് ഹദീസിൽ കാണിക്കാൻ പറ്റുമോ? അപ്പൊ പരക്കാൻ പോയ ഈ പ്രസംഗം കേട്ടിട്ട് കുട്ടികൾ പരക്കാൻ പോയാണ്. എവിടെയാണ് ഹദീസ് എന്നുള്ളത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹദീസ് തെരയുന്നവൻ മണ്ടനല്ലേ? അങ്ങനെ ഒരു ഹദീസ് പൊതുവായി കൽപ്പിക്കപ്പെട്ട ഒരു ആചാരം, ആ ആചാരം ഏത് ടൈമിൽ ചെയ്താലും വ്യക്തികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച്, വ്യക്തി അവന്റെ സൗകര്യത്തിനനുസരിച്ച്, വ്യക്തികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച്, സമൂഹങ്ങൾ അവരുടെ സൗകര്യങ്ങളനുസരിച്ച്, നാടുകൾ അവയുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഓരോ സമയത്തും ഓരോ സ്ഥലത്തുമായിട്ട് ഓരോ അമലുകൾ ചെയ്തു വരിക എന്നുള്ളത് അത് ആ സ്ഥലത്ത് വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ഉമൂമ് കൊണ്ട് തെളിഞ്ഞ ഒരു ആശയം, പൊതുവായി തെളിയിക്കപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തിന്റെ തെളിവ് ആ പൊതുവായ തെളിവ് തന്നെയാണ്. ഇനി മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. ഞാനത് നിങ്ങൾക്ക് അത് ഒരു ഉസൂലാണ്. ഇമാമുമാർ അവരുടെ കിതാബുകളിലൊക്കെ മതവിധികൾ സ്ഥാപിക്കുന്നിടത്ത് സ്വീകരിച്ച ഒരു മാനദണ്ഡമാണ് ആ പറഞ്ഞത്. നമ്മൾ സ്വന്തമായിട്ടോ സ്വാഭിപ്രായമോ പറയല്ല. അതിന് ഒരു പ്രമാണം കൊണ്ടുകൂടി ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയോട്, ബുഖാരിയിലൊക്കെയുള്ള ഹദീസാണ്, ഒരു സഹാബിയോട്, ആ സഹാബി പള്ളിയിൽ വെച്ച് നിസ്കരിക്കായിരുന്നു. നബി ആ സഹാബിയെ വിളിച്ചു. അപ്പൊ ആ സഹാബി ഉത്തരം ചെയ്തില്ല. നബി പലവട്ടം വിളിച്ചു, പക്ഷെ ആ സഹാബി ഉത്തരം ചെയ്തില്ല. അങ്ങനെ ആ സഹാബി സലാം വീട്ടിയതിനു ശേഷം നബി അദ്ദേഹത്തെ വിളിച്ചു, ചോദിച്ചു, അല്ല ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ എന്താ ഉത്തരം ചെയ്യാതിരുന്നത്? അപ്പൊ ആ സഹാബി പറഞ്ഞു, നബി ഞാൻ നിസ്കാരത്തിലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ ഒരു ആയത്തോടി കൽപ്പിച്ചു. ആയത്ത് എനിക്കിപ്പോ ശരിക്കും ഓർമ്മയിട്ടില്ല, അതിന്റെ ആശയം ഞാൻ പറയാം. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവും റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണം. അള്ളി റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണം. ഇത്രേ ഖുർആനിലുള്ളൂ. നിസ്കരിക്കുമ്പോ വിളിച്ചാലോ? അത് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളി റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണം. അത് എവിടെ വെച്ചായാലും ഉത്തരം ചെയ്യണമെന്നാണ്. ഇത് നിസ്കാരത്തിൽ ഉത്തരം ചെയ്യണോ ചെയ്യണ്ടേ? നിസ്കാരത്തിലും ഉത്തരം ചെയ്യണമെന്നാണ്. നിസ്കാരം മുറിയൂല. അതിനെന്താ തെളിവ്? വിളിച്ചാൽ ഉത്തരം ചെയ്യണം എന്നുള്ള പൊതുവായ തെളിവ് തന്നെയാണ് അതിന്റെ തെളിവ്. ഇനി മറ്റൊരു തെളിവ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതാ റസൂൽ അവിടെ പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ അള്ളി റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന്? അത് നിസ്കാരം അതിൽ പെട്ടു. ഇനി നിസ്കാരത്തിൽ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നിലേക്ക് വേറെ തെളിവിന്റെ ആവശ്യമല്ല സഹാബി. അപ്പൊ പൊതുവായ തെളിവുകൾ ആ പൊതു വിഷയങ്ങളിൽപ്പെട്ട ഏതു കാര്യത്തിനും ബാധകമാണ്. മനസ്സിലായോ? ഏത് കാര്യത്തിനും ബാധകം. മറ്റൊരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ബിൻ ഹൈദർ അടിച്ചതന്നെ നമ്മളെ അഷ്റഫ് ഉസ്താദ് അടിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹ്യീകും. അല്ലയോ വിശ്വസിച്ചവരെ, അല്ലാഹുവും റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യുക റസൂൽ നിങ്ങളെ വിളിക്കുമ്പോൾ. അവിടെ ഫിസ്സലാത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഈ സഹാബി നിസ്കാരത്തിലായി. ആ സഹാബി ആ ആയത്ത് കാണാത്തോണ്ടല്ലോ, പക്ഷെ ആ സഹാബി നിസ്കാരത്തിലായിരുന്നു. പക്ഷേ നിസ്കാരത്തിൽ വിളിച്ചാൽ പോലും ഉത്തരം ചെയ്യണം, എനിക്ക് മറുപടി കൊടുക്കണം, നബി വിളിച്ചാൽ എന്ന് മറുപടി കൊടുക്കണം എന്നുള്ളതിന് ഈ പൊതു തെളിവ് മതി. കാരണം ആ പൊതു വിഷയങ്ങളിൽ നിസ്കാരവും ഉൾപ്പെട്ടു, നോമ്പ് പെട്ടു, ഹജ്ജ് ചെയ്യുന്ന വേള ഉൾപ്പെട്ടു, ഖുർആൻ ഓതുന്ന സമയം ഉൾപ്പെട്ടു, ബാങ്ക് കൊടുക്കുന്ന സമയം ഉൾപ്പെട്ടു, ഏത് സമയം ഉൾപ്പെട്ടു, എല്ലാം പെട്ടു. അപ്പൊ പൊതുവായ ഒരു ദലീലിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആ കാര്യങ്ങൾക്കെല്ലാം ആ പൊതു തെളിവ് മാനദണ്ഡമാണ്, അത് അവലംബമാണ്. അതൊരു ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുക്ക് ധാരാളം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുക. അപ്പൊ നമ്മളെ പള്ളികളിലൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ, ഹദ്ദാദിന്റെ കൂട്ടമാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, മഗ്‌രിബിന് മുമ്പായിട്ട് നമ്മളെ പള്ളികളിലൊക്കെ തസ്ബീഹ് ചൊല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ട്. അതൊരു ആചാരമാണ്. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കാം, എന്താ ചോദിച്ചത്? ഈ ആചാരം സുന്നത്തോ ബിദ്അത്തോ എന്ന് പറഞ്ഞാൽ സദാചാരമോ അനാചാരമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം ചെയ്യും? തീർച്ചയായും നിങ്ങൾ ഉത്തരം ചെയ്യണം. നിങ്ങൾ മറുപടി പറയണം അത് സുന്നത്തായ ആചാരമാണ്. അപ്പൊ മുജാഹിദുകാരൻ ചോദിക്കും, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നല്ലേ? അപ്പൊ നബി തങ്ങള് മഗ്‌രിബിന് മുമ്പായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ടോ എന്ന് രണ്ടാമതായിട്ട് മുജാഹിദുകാരൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ആ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം, സഹോദര, ഇവിടെ സദാചാരം എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നല്ല ഉദ്ദേശം. ഖുർആൻ കൊണ്ടോ അല്ലെ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ തെളിയിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് സദാചാരം എന്ന് പറയുക. ഇതിന് ഖുർആൻ തന്നെ തെളിവാണ്. എന്താണ് ഖുർആൻ? വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നമ്മുടെ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ല. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഇശാ നിസ്കാരത്തിന് ശേഷം ഹദ്ദാദിൽപ്പെട്ട ദിക്റുകൾ ചൊല്ലൽ സുന്നത്താണോ ബിദ്അത്താണോ? നിങ്ങൾക്ക് ഉടനെ മറുപടി പറയാം അത് സുന്നത്താണ്. അപ്പോ മുജാഹിദിന്റെ രണ്ടാമത്തെ ചോദ്യം വരും. എന്താ ചോദ്യം വരിക? നബി അങ്ങനെ ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ടോ? അപ്പൊ അയാളോട് മറുപടി പറയാ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്ന ഉദ്ദേശത്തിലല്ല, പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. അഥവാ നല്ല ആചാരം എന്നാണ് അതിന്റെ മലയാളം, സദാചാരം എന്നാണ് അതിന്റെ പരിഭാഷ. അപ്പോ മൂന്നാമത്തെ ചോദ്യം വരും, എന്നാൽ നിങ്ങളുടെ പ്രമാണം എന്ത്? അതിന് സാധാരണക്കാർ നൽകേണ്ടുന്ന മറുപടി അത് ഇമാമുമാർ മഹാന്മാർ അത് അംഗീകരിച്ചു പഠിപ്പിച്ചു തന്ന വിഷയമാണ്. അപ്പൊ നാലാമതായിട്ട് മുജാഹിദ് ചോദിക്കും, എന്നാൽ നിങ്ങൾ ഈ പറയുന്ന മഹാന്മാരുടെയും ഇമാമുമാരുടെയും തെളിവെന്താണ്? നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണ്. മഹാന്മാരും ഇമാമുമാരും വരച്ച വരയിലൂടെ ജീവിക്കുന്നവരാണ്. എന്നാൽ ആ മഹാന്മാർക്കും ഇമാമുമാർക്കും ഇങ്ങനെ ഒരു വര വരയ്ക്കാനുള്ള പ്രമാണമെന്ത്? ഉടനെ നമുക്ക് മറുപടി പറയാം, ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റൂ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഒരുപാട് ധാരാളം ദിക്ർ ചൊല്ലിക്കോളൂ. അതിന് ഇന്ന സമയത്തെ ആകാവൂ എന്നൊരു നിയമമില്ല. അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെട്ട ചില നിയമങ്ങളുണ്ട്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധം നടത്തുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുണ്ട്, ശരിയല്ല. അപ്പൊ സംസാരം ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ദിക്ർ ചൊല്ലുന്നത് ശരിയല്ല. അപ്പൊ കൽബ് കൊണ്ടുള്ള ദിക്ർ മാത്രമേ പറ്റുള്ളൂ. അതേസമയത്ത് നാവ് കൊണ്ടുള്ള ദിക്ർ ചൊല്ലുക എന്നുള്ളത് കറാഹത്താണ്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട പിന്നെ മാറ്റി നിർത്തപ്പെട്ട ഏതാനും സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഒഴികെ ബാക്കി ഫുൾ ടൈമിലും അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന സമയങ്ങളിലെല്ലാം ദിക്റുകൾ ചൊല്ലാം. ഹദ്ദാദിൽപ്പെട്ട ദിക്റുകൾ ചൊല്ലാം, അല്ലാത്ത ദിക്റുകൾ ചൊല്ലാം. ദിക്റുകൾ എന്ന് പറയുമ്പോൾ അറബിയിൽ ചൊല്ലാം, അല്ലാത്ത ഭാഷകളിൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന കാര്യങ്ങളും ദിക്റുകൾ തന്നെയാണ്. ദിക്റുകൾ നബിയെ തൊട്ട് വാരിദായി വന്ന ദിക്റുകളുണ്ട്. നബിയിൽ നിന്ന് വാരിദാവാത്തതാണെങ്കിലും അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ള ആശയമുള്ള ദിക്റുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിദായ ദിക്റുകൾ വാരിദായ അതേ ശൈലിയിലും അതേ ഭാഷയിലും ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായത്. അതേസമയത്ത് സ്വയംകൃതമായിട്ട് സ്വന്തമായി അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റുകളിൽ ഏർപ്പെടുന്നവർ അവരവരുടെ ഭാഷയിലോ അല്ലെങ്കിൽ അവരവരുടെ ശൈലിയിലോ ഒക്കെ അല്ലെങ്കിൽ അവരവർ ഉപയോഗിക്കുന്ന വാക്കുകളെ കൊണ്ടോ അവർക്ക് ദിക്ർ ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ പൊതു തത്വമാണ്, സർവരാലും അംഗീകരിക്കപ്പെട്ട വിഷയമാണ്. വഹാബികൾക്ക് പോലും എതിർക്കാൻ പഴുതില്ലാത്ത അല്ലെങ്കിൽ എതിർക്കാൻ
അവർക്ക് സാധിക്കാത്ത വളരെ വ്യക്തമായ വിഷയമാണ്. ഈ വിഷയം അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നാലാമത്തെ മുജാഹിദിന്റെ ചോദ്യത്തിന് ഒരു സുന്നിയായ സാധാരണക്കാരൻ കൊടുക്കേണ്ടുന്ന മറുപടി. അതോടുകൂടി അവന്റെ കൂമ്പടയും അതോടുകൂടി അവന്റെ വായാടയും. പിന്നീട് നമ്മളോട് മറുപടി പറയാനോ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കൊഞ്ഞനം കാണിക്കാനോ ഒരു മുജാഹിദിനും സാധിക്കൂല. അതേസമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള ആ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാതെ എനിക്കൊന്നും അറിയില്ല, ഞാൻ മദ്രസയിൽ 5ാം തരം വരെ പോയി, പിന്നെ മദ്രസ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോയി, പിന്നെ ഞാൻ ജോലിക്ക് പോയി, പിന്നെ ഞാൻ ഗൾഫിക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ ഞാൻ പീഡികയിൽ നിൽക്കാൻ വേണ്ടി പോയി. ഇപ്പൊ എനിക്കൊരു മുജാഹിദുകാരൻ എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി കിട്ടണില്ല എന്ന് പറയാൻ ഒരു സുന്നിക്ക് അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു മുജാഹിദിനെ നേരിടാൻ ആവശ്യമായി എല്ലാ മരുന്നും, എല്ലാ വിഭവവും, എല്ലാ തെളിവും, എല്ലാ പ്രമാണവും നാം ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും പറയാൻ കഴിയും. അതിന് വലിയ ഒരു പണ്ഡിതനാവണമെന്നോ ഒരുപാട് കാലം ദർശനോതി പഠിച്ച ആളാവണമെന്നോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പണ്ഡിതന്മാരുടെ ക്ലാസുകൾ വളരെ ശ്രാകൂതം ശ്രവിക്കുന്ന ഒരു ശരാശരി വിശ്വാസിക്ക് പിന്നീട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ വരുന്ന ഏത് ആശയക്കാരെയും എപ്പോ വേണമെങ്കിലും നേരിടാനുള്ള എല്ലാ മരുന്നും, എല്ലാ കരുത്തും, എല്ലാ വിഭവവും, എല്ലാ ആദർശവും, എല്ലാ പ്രമാണവും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വിജ്ഞാന വിതരണ വേദിയാണ് നമ്മുടെ ഈ ക്ലാസ് റൂം. ഒരു ചെലവുമില്ലാതെ എനിക്കിപ്പോ ക്ലാസ് എടുക്കാൻ ഒരു ചെലവുമില്ലല്ലോ. ഞാൻ കിടക്കുന്ന റൂമിൽ ആരും കേൾക്കാതെ ഒറ്റയ്ക്കിരുന്ന് ക്ലാസ് എടുക്കുക. ഒരു ചെലവുമില്ല. കേൾക്കുന്ന നിങ്ങൾക്കുമില്ല ചെലവ്. നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ചിലപ്പോ ഈ ക്ലാസ് റൂം നിലനിർത്തുവാൻ വേണ്ടി അതിന്റെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കാശുകൾ, പണങ്ങൾ, ദിർഹംസുകളോ ദീനാറുകളൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. നമ്മളതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹ ഓതുക എന്നുള്ളത് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് നടത്തുന്ന കാര്യമാണ്. ദുആർക്കാനുള്ള വിഷയം. അതിന് മുമ്പായിട്ട് ഏതൊരു ദുആക്കും ഒരു അമലിനെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ, അതാണ് ഒരു അമലിനെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടു. ബുഖാരിയിലുള്ള സംഭവമാണ്. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടു. മുൻഗാമികളിൽ നടന്ന സംഭവം റസൂൽ വിശദീകരിക്കാം. അങ്ങനെ മലയുടെ മുകളിൽ നിന്ന് വലിയ പാറ ഉതിർന്നു വീണുകൊണ്ട് അവരുടെ ഗുഹാമുഖം അടച്ചു. അവര് സർവശക്തിയും ഉപയോഗിച്ചിട്ട് ആ പാറ തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഇളകിയില്ല. ആ സന്ദർഭത്തിൽ അവർ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സൽക്കർമ്മങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ പുണ്യം കൊണ്ട് അത് ചെയ്തതിന്റെ പേരിൽ റബ്ബേ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യുക. ആ 3 പേരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് കേവലം ദുആ നടത്തുകയല്ല ചെയ്തത്, ആ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. ഒരാൾ മാതാപിതാക്കളെ, സ്വന്തം ഭാര്യ മക്കളെക്കാട്ടിലും മുന്തിച്ച പ്രവർത്തനം. മറ്റൊരാൾ ഏറ്റവും സുമുഖിയായ ഒരു പെണ്ണുമായി ഏറ്റവും രഹസ്യമായ ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ട് ആരാരുമില്ലാത്തൊരു സന്ദർഭത്തിൽ ലൈംഗികമായ ഉപയോഗപ്പെടുത്താൻ ഉള്ള അവസരം വന്നപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പുറംതിരിഞ്ഞോടിയ ഏറ്റവും വലിയ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. മറ്റൊരാൾ തന്റെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടി വരുന്ന ഒരു കൂലിക്കാരന് കൂലി കൊടുക്കാൻ വിട്ടുപോവുകയും പക്ഷേ അയാളുടെ കൊടുക്കാനുള്ള ആ ബാധ്യത ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തിയിട്ട് അനേക മടങ്ങ് പണമുണ്ടാക്കിയിട്ട് വർഷങ്ങൾക്ക് ശേഷം അതേ കൂലിക്കാരൻ തിരികെ വന്നുകൊണ്ട് താൻ അന്ന് ചെയ്ത ആ ദിവസത്തെ ജോലിയുടെ വേതനം ആവശ്യപ്പെട്ടപ്പോൾ, സഹോദരാ നിന്റെ പ്രസ്തുത വേതനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബിസിനസ് നടത്തുകയും അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക വികാസം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും അത് മുഴുവൻ ഞാൻ നിനക്ക് നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തന്റെ മുഴുവൻ സമ്പാദ്യവും ആ കൂലിക്കാരന് വിട്ടുകൊടുത്ത ഏറ്റവും മഹനീയമായ അമലിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇത് അമലിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ദുആ എന്നാണ് ഇതിന്റെ ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ബുഖാരിയിലൊക്കെയുള്ള ഹദീസാണ്, എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്.
ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? വഫീ ഹാദൽ ഹദീസ് ഇസ്തിഹ്ബാബു ദുആഇ ഫിൽ കർബ് വത്തഖർറുബു ഫിൽ ഖുറബ് വത്തഖർറുബു ഇലല്ലാഹി തആല ബിദിക്രി സാലിഹിൽ അമൽ. സാലിഹായ അമലിനെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദ്വാർക്കുക. അപ്പോ ഫാത്തിഹ ഓതിയിട്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയിട്ട്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട്, അതുപോലെ മറ്റു അമലുകൾ ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ അമലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബേ ഞങ്ങൾ ഇന്ന അമല് ചെയ്തിട്ട് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ഇന്നാലിന്റെ കാര്യങ്ങൾ സാധിപ്പിക്കണേ, ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കണേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ, മുസീബത്തിൽ നിന്ന് കാക്കണേ, ഞങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തണേ, നീ ഏറ്റെടുക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, ഞങ്ങൾ ഓതി വെച്ച ഖുർആൻ നിന്റെ കലാമാണല്ലോ, ആ കലാം ഏറ്റവും ഖൈറായതാണല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആർക്കുക എന്നുള്ളത് ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ അംബിയായിലാണ് ഈ വിഷയം പറയുന്നത്. അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ അദ്കാറിൽ പറയുന്നു, ബാബു ദുആഇൽ ഇൻസാനി വതവസ്സുലുഹു ബിസ്വാലിഹി അമലിഹി ഇലല്ലാഹി തആല. ഒരു മനുഷ്യൻ ദുആർക്കുമ്പോൾ തന്റെ സ്വാലിഹായ അമൽ കൊണ്ട് തവസ്സുലാക്കുക എന്നുള്ള ഇത് വിശദീകരിക്കുന്ന അധ്യായം എന്ന അധ്യായത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബുൽ അദ്കാറിൽ ഇതേ സംഭവം ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പൊ എന്താ മനസ്സിലായത്? നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ദുആർക്കുക എന്നുള്ള പണി, ആ ഏർപ്പാടെന്നുള്ളത് തവസ്സുലാണ്. തവസ്സുൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്ന ആശയമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ തഖ്വയിൽ ജീവിക്കണം, നിങ്ങൾ തവസ്സുലാക്കുകയും വേണം. ആ തവസ്സുലിന്റെ പല മാർഗങ്ങളിൽ നിന്ന്, പല രീതികളിൽ നിന്ന്, പല സ്വഭാവങ്ങളിൽ നിന്ന്, പല ശൈലികളിൽ നിന്നുള്ള ഒരു രീതിയാണ് ഖുർആനിൽ നിന്ന് അറിയാവുന്ന ഭാഗങ്ങൾ ഓതിക്കൊണ്ട് ദ്വാർക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ ചുരുക്കി പോവുകയാണ്. ഫാത്തിഹ സൂറത്തിന്റെ പോരിശ അവിടെ പറയേണ്ട ആവശ്യമില്ല, ഖുൽ ഹുവല്ലാഹു അഹദിന്റെ പോരിശ പറയേണ്ട ആവശ്യമില്ല, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കിന്റെയും ഖുൽ അഊദു ബിറബ്ബിൻ നാസിന്റെയും ഒന്നും പോരിശ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി മറ്റൊരു സംഗതി, ഇങ്ങനെ ഉറക്കെ ദിക്റും ഖുർആനൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് കാണ്ട് ഉറക്കെ ദിക്റും ദുആയും നടത്തുന്ന ഈ ആചാര രീതി തെറ്റാണോ ശരിയാണോ, അഥവാ സദാചാരമാണോ അനാചാരമാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. അതും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ ഫാത്തിഹ വിളിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിരുന്ന് കാണ്ട് ഉറക്കെ ഓതിക്കൊണ്ട് കൂടിയിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്, കൂട്ടുപ്രാർത്ഥനയാണ്. ഇങ്ങനെ കൂട്ടമായി ദിക്ർ ചൊല്ലിക്കൊണ്ട്, കൂട്ടമായി ഫാത്തിഹ ഓതിക്കൊണ്ട്, അതുപോലെ തന്നെ കൂട്ടമായുള്ള ഈ പ്രവർത്തനം അതിന് വല്ല തെളിവുകളുമുണ്ടോ? അത് അനാചാരമാണോ അല്ലെങ്കിൽ സദാചാരമാണോ? അത് വളരെ വ്യക്തമായ സദാചാരമാണ്. ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നു എന്നുള്ള രീതി തികച്ചും ഇസ്ലാമികമാണ്. ഈ തെബിലീഗർക്കൊക്കെ ഉണ്ട് ഒരു ഏർപ്പാട്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന തെബിലീഗരൊക്കെ ചെയ്യുന്ന ഒരു പണിയുണ്ട്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കൂട്ടത്തില് മൗമൂമികളായിട്ട് വരും. എന്നിട്ട് നമ്മൾ ദ്വാർക്കുമ്പോൾ അവരും കയ്യും ഒതിച്ചിട്ടുണ്ടാവും, പക്ഷേ അവര് സ്വന്തമായിട്ട് പിറുപിറുക്കും. നമ്മളെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അത് വഹാബിസത്തിൽ നിന്ന് അവർക്ക് പകർന്നു കിട്ടിയതാണ്. ഞാൻ ഏതാനും ചില സംഭവങ്ങൾ പറയാം. എന്താണ് സംഭവം? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനും എന്റെ കൂട്ടുകാരനും ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അല്ലേ? ഞാനും എന്റെ ഒരു കൂട്ടുകാരനും, അതുപോലെ തന്നെ അന്ന റജുലൻ ജാഅ സയ്യിദ് ബിൻ സാബിത്ത് ഫസഅല അൻ ഷൈഇൻ ഫഖാല ലഹു സയ്യിദ് അലൈക ബി അബീ ഹുറൈറ.
ഞാനും അബൂ ഹുറൈറയും പള്ളിയിലുള്ള മറ്റൊരാളും നദ്ഉ ഞങ്ങൾ കൂടിയിരുന്നു കൊണ്ട് നദ്ഉ വനദ്കുറു റബ്ബന അസ്സ വജല്ല ഞങ്ങൾ ദുആർക്കുകയും റബ്ബിനു ദിക്ർ ചെയ്യുകയായിരുന്നു. ഇത് ഖറജ ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു ആ സമയത്ത് ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ 3 പേരും കൂടിയിരുന്നിട്ട് ദിക്റും ദുആയും നടത്തുകയാണ്. അപ്പൊ സമ്മേളിച്ചുകൊണ്ടുള്ള ദിക്ർ ദുആ ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കുകയാണ്. ഫസക്കത്തിന ഹദ്ദാദൊക്കെ കൂടിയിരുന്ന് കാണ്ടുള്ള പിന്നെ ദിക്റാണ്. അതിലേക്ക് റസൂലുള്ളാഹി വന്നിരുന്നു. അപ്പൊ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇവിടുത്തെ മുജാഹിദീങ്ങൾ പറയും അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി എന്താ ഇരിക്കും പറയേണ്ടത്? അത് തെറ്റാണ്, അങ്ങനെയുള്ള പണി ഇസ്ലാമിലില്ല, അത് അനാചാരമാണ്, സദാചാരമല്ല എന്നാണോ പറഞ്ഞത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഉദൂ ലില്ലദീ കുൻതും ഫീഹി, നിങ്ങൾ ഇതുവരെ ചെയ്തു പോയെന്ന കാര്യം വീണ്ടും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അവർ വീണ്ടും അവരുടെ ഏർപ്പാട് തുടങ്ങാണ്. എങ്ങനെയാണ് അവർ തുടങ്ങിയത്? ഖാല സെയ്ദ് എന്നവർ പറയാണ് ഫദഅഉതു അന വസാഹിബി ഖബല അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ മുമ്പ് ഞാനും എന്റെ സഹോദരനും കൂടി ദുആ ചെയ്തു. വജഅല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅമ്മിനു അലാ ദുആഇനാ. കണ്ടോ, ഞങ്ങളിൽ ഒരാൾ ദുആർക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ ചൊല്ലുന്നു. സുമ്മ ദഅ അബൂ ഹുറൈറത, പിന്നെ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തു. فقال اللهم إني سائلك بمثل ما سألك صاحباയ وأسألك علما لا ينسى എന്നിങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ ദുആ ചെയ്തു. فقال النبي صلى الله عليه وسلم آمين. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ ചൊല്ലി. അപ്പോൾ ആദ്യം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ദുആർന്നു, റസൂലുള്ളാഹി ആമീൻ ചൊല്ലി. പിന്നെ അവരുടെ സഹോദരനായ മറ്റൊരു സഹാബി ദുആർന്നു, നബി തങ്ങൾ ആമീൻ ചൊല്ലി. പിന്നെ അബൂ ഹുറൈറ തങ്ങൾ ദുആർന്നു, നബി തങ്ങൾ ആമീൻ ചൊല്ലി. നമ്മൾ മൗലൂദിന്റെ സദസ്സിലൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? ആദ്യം ഒരു ഉസ്താദ് ദുആർക്കും, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയും. അവസാനത്തിൽ വേറെ ഉസ്താദ് ദുആർക്കും, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയും. ഇടയിൽ വേറൊരാൾ ദുആർക്കും, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയും. അങ്ങനെ ചെയ്യാറില്ലേ? അതേ പ്രവർത്തനം തന്നെ ഒരാൾ ദുആ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്ന ഏർപ്പാട്, ഈ ഏർപ്പാട് ഒരു മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പാകെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്ത ഈ സംഭവം അല്ലേ? ആരാണ് ഈ സംഭവം? ഇത് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു തന്റെ അൽ മുഅ്ജമുൽ ഔസത്ത് എന്ന കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബഅ്ദുഹും വയുഅമ്മിനു സായിറുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു ആൾക്കൂട്ടം ഒരുമിച്ചുകൂടി അതിലൊരാൾ ദുആർക്കുന്നു, മറ്റുള്ളവരെല്ലാം ആമീൻ ചൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ അജാബഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് ഉത്തരം ചെയ്യും. കണ്ടോ, ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ ഹദീസ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇമാം തബറാനിയും റിപ്പോർട്ട് ചെയ്തു. ഈ ഹദീസ് കുറ്റമറ്റ ഹദീസാണ്. വരിജാലുഹു റിജാലുസ് സഹീഹ്, ഈ ഹദീസ് സഹീഹ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുക എന്നുള്ള പണി അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അത് നബിയുടെ കാലത്ത് അതിന് സമാനമായ തെളിവുകളും അതിന് സമാനമായ പ്രോത്സാഹനങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ അനാചാരം അല്ലെങ്കിൽ ദുരാചാരം എന്ന് പറഞ്ഞിട്ട് വസ്വാസ് ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രസവിച്ച സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രസവിച്ച സന്ദർഭത്തിൽ ഇതേപോലെ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കും. പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ചാൽ അവിടെ ചിലപ്പോ എന്തെങ്കിലും സദ്യ ഉണ്ടായി, ആ സന്തോഷത്തിൽ സദ്യ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ഫാത്തിഹ ഓതി ദ്വാരക്കും. അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും തെളിവുണ്ടോ?
അതൊക്കെ പ്രമാണയോഗ്യമാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഒരു പ്രമാണം മാത്രം പറയാം. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ അൽ അദബുൽ മുഫ്രദിൽ ബാബു ദുആഇ ഫിൽ വിലാദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. പ്രസവ സന്ദർഭത്തിൽ ഉള്ള ദുആ, പ്രസവ സന്ദർഭത്തിലുള്ള പ്രസവത്തിന്റെ പേരിലുള്ള ദുആ എന്ന് പറഞ്ഞ അധ്യായത്തിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് കൂട്ടമായ ദുആയാണ്, പിറുപിറുക്കുന്ന ദുആയല്ല. മുജാഹിദീങ്ങളും ജമാഅത്തുകാരും തബ്ലീഗുകാരൊക്കെ മനസ്സിലാക്കുക, പിറുപിറുക്കുന്ന ദുആയല്ല, മറിച്ച് ഒരു കൂട്ട ദുആയാണ്. എന്ന് വെച്ചാൽ ഒരാൾ ദുആർക്കുന്നു, ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലിക്കൊണ്ട് അതിൽ കൂട്ടുചേരുന്നു, കൂട്ടു ദുആ. ഏതാണ് ആ സംഭവം? ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, മുആവിയത്ത് ബിൻ ഖുറ പറയുന്നു, ലമ്മാ വുലിദലി ഇയാസുൻ, എനിക്ക് ഇയാസ് എന്ന പുത്രൻ ജനിച്ചപ്പോൾ ദഅൗതു നഫറൻ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബിമാരിൽപ്പെട്ട ഒരു സംഘത്തെ ഞാൻ ക്ഷണിച്ചു. ഫഅത്അംതുഹും, അവർക്ക് ഞാൻ നല്ല സദ്യ നൽകി. സദ്യ നൽകുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് വിവാഹത്തിന്റെ സദ്യക്ക് ലളിതമാക്കേണ്ടതാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവും ഒരു വലിയും രണ്ട് സാക്ഷികളും ഏതാനും ചുറ്റുഭാഗത്തെ ആളുകളും, അവർക്ക് എന്തെങ്കിലും ഒരു വല്ല ബേക്കറിയോ അല്ലെങ്കിൽ മിച്ചറോ അതിക്കൊരു കാപ്പിയും കൊടുത്താൽ അത്ര കൊണ്ട് ലളിതമാക്കേണ്ടതാണ്. അതുകൊണ്ട് വലിയ മുന്തിയ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ധൂർത്താണ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അത് പുതിയൊരു ബിദ്അത്തിന്റെ വാദാണത്. നമ്മളെ സ്വന്തം വീട്, നമ്മുടെ വാഹനം ഒക്കെ എയർ കണ്ടീഷൻ ചെയ്ത ലക്ഷങ്ങളുടെ വാഹനങ്ങളിൽ നമ്മൾ ചീറിപ്പായുന്നു, സഞ്ചരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നു. നമുക്കും നമ്മുടെ വീട്ടുകാർക്കും കടന്നുറങ്ങാനും താമസിക്കുവാനും മണിമാളിക നാം പണിയുന്നു. അമ്പരചുംബികളായ ഭവനങ്ങൾ നിർമ്മിക്കുന്നു. നമ്മൾ വളരെ സുഖമായി ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ, ആ അതിഥികൾക്ക് കട്ടൻ ചായ കൊടുക്കണമെന്നോ? എന്തായി പറയണത്? നമ്മളെ വീട്ടില് എല്ലാരെ പറ്റിയല്ല പറയണത്, കുറെ ആളുകളെ പറ്റിയാണ് പറയുന്നത്. അവരുടെ വീട്ടിലൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് കട്ടൻ ചായ കൊടുത്ത് പറഞ്ഞേക്കണം. അതാണോ ഇസ്ലാമിന്റെ മാന്യത? അതാണോ ഇസ്ലാമിന്റെ ലാളിത്യം? അപ്പൊ അതിനെപ്പറ്റി ഒരിക്കലും ധൂർത്ത് എന്ന് പറയില്ല. ഓരോ കാലഘട്ടത്തിലുമുള്ള ഏറ്റവും മുന്തിയ ഭക്ഷണം, ഹലാലായ ഭക്ഷണം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കുക എന്നുള്ള ആചാരം ഒരിക്കലും അനാചാരമല്ല. അത് സതുദ്ദേശ്യപരമായ സദാചാരം തന്നെയാണ്. അതേസമയത്ത് വിവാഹം വേറെ, വിവാഹ സൽക്കാരം വേറെ. അത് രണ്ടാണ്. വിവാഹത്തിന് ഒരു വരനും ഒരു വലിയും അതുപോലെ രണ്ട് സാക്ഷികളും മതിയുമെങ്കിലും വിവാഹം വേറെ, വിവാഹ സൽക്കാരം വേറെ. വിവാഹ സൽക്കാരം എന്നുള്ളത് പുതുമാരന്റെ വീട്ടുകാർ ചെയ്യേണ്ടതാണ്, പുതിയണ്ണിന്റെ ആൾക്കാരുടേതല്ല. അങ്ങനെ പുതുമാരന്റെ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച വിവാഹ സൽക്കാരം എന്ന് പറയുന്നത്, വിവാഹത്തിന്റെ ലാളിത്യം വിവാഹ സൽക്കാരത്തിലേക്ക് പറയുന്ന ഏർപ്പാട് വിവരമില്ലായ്മയാണ്. അതിനെപ്പറ്റി ശുദ്ധ ജഹാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ആധുനിക വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാനമേളകളുടെ ട്രിപ്പുകള്, ട്രൂപ്പുകള്, ഗ്രൂപ്പുകള്, അതുപോലെ തന്നെ ഇവന്റ് മാനേജ്മെന്റുകളുടെ അവരുടെ നിയമത്തിനൊപ്പിച്ചുള്ള വൈവാഹിക രംഗങ്ങള്, സ്ത്രീ പുരുഷ സങ്കലനങ്ങള്, അതുപോലെ സ്റ്റേജ് ഷോകള്, നല്ല സുന്ദരികളായ പെണ്ണുങ്ങളെ ഷോ നിർത്തിക്കൊണ്ട് അവരെ റിസപ്ഷൻ പോയിന്റിൽ അവരെ നിർത്തിയിട്ട് മാന്യന്മാരെ പോലും അവഹേളിക്കുന്ന സ്വഭാവങ്ങള്, അല്ലെ? ഇത്തരത്തിലൊക്കെ ഉള്ള. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പങ്കെടുത്തു ഒരാഴ്ച മുമ്പ്. മുമ്പേ ആ കല്യാണത്തിന് ചെന്നപ്പോ വിമാനത്തിൽ കയറിയ മാതിരിയാണ് ഉണ്ടായത്. വിമാനത്തിൽ കയറുമ്പോ നമ്മളെ നമസ്കാർ എന്ന് പറഞ്ഞിട്ട് കണ്ടൊരു നല്ല ഒരു പെണ്ണ് സ്വീകരിക്കുമല്ലോ എന്നതുപോലെ പടച്ചോൻ എന്താ നമ്മൾ കാട്ടുക. ഏതായാലും അവിടെ പോയിരുന്ന് വെള്ളം കുടിച്ച് പിന്നെ ഇങ്ങനെ ഒച്ചപ്പാട്, അതിന്റെ ഉള്ളിൽ നിന്ന് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ നല്ല ഹിന്ദി പാട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഇപ്പൊ നമ്മൾ നിന്നാല് ശരിയാവില്ല, അവിടുത്തെ മുങ്കറിനെ നമുക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ കൽബ് കൊണ്ട് ആ മുങ്കറിനെ എതിർക്കുകയും അവിടുന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്ത ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങള്
അതിനെപ്പറ്റിയാണ് നമ്മൾ ധൂർത്തെന്ന് പറയേണ്ടത്. അതിനെ സംബന്ധിച്ചാണ് വിവാഹരംഗത്തുള്ള അമിതത്വം എന്ന് പറയേണ്ടത്. അതല്ലാതെ നല്ല ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക, അതുപോലെ സന്തോഷകരമായ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുപോലെ ഇസ്ലാമികമായ സന്തോഷ അവസരങ്ങൾ സൃഷ്ടിക്കുക പോലുള്ള വിഷയങ്ങൾ ഒന്നും ധൂർത്ത്, അതൊക്കെ ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക തോതുകൾക്കനുസരിച്ച് ചെയ്തുകൊള്ളട്ടെ. അത് ചെയ്യുന്നവരെ എതിർക്കാനും പോണ്ട, ചെയ്യാത്തവരെ എന്താ നീ ചെയ്യാത്തത് എന്ന് ചോദിക്കാനും പോകണ്ട. രണ്ടിനും ഇസ്ലാം ഗ്യാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതെന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സംഘം ആളുകളെ ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ ഖുറ ഇയാസ് എന്ന പുത്രൻ ജനിച്ചപ്പോൾ ക്ഷണിച്ചു വരുത്തുകയും അവർക്ക് സദ്യ നൽകുകയും സദ്യാനന്തരം ഫദഔ അവർ ദുആ ചെയ്തു. അങ്ങനെ ദുആ കഴിഞ്ഞപ്പോൾ വീട്ടുകാരനായ മുആവിയത്ത് ബിൻ ഖുറ പറയാണ്, ഇന്നകും ഖദ് ദഅൗതും, നിങ്ങൾ ദുആ ചെയ്തു, ഫബാറകല്ലാഹു ലക്കും ഫീമാ ദഅൗതും, നിങ്ങളുടെ ദുആയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വ ഇന്നി ഇൻ അദ്ഉ ബിദുആഇൻ, ഇനി ഞാൻ ദുആർക്കാം, ഫഅമ്മിനു, നിങ്ങളെല്ലാവരും ആമീൻ ചൊല്ലണം. കണ്ടോ, ഒരാൾ ദുആർന്നിട്ട് ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്ന ഏർപ്പാട് സ്വഹാബത്ത് നടപ്പിലാക്കിയ ഏർപ്പാടാണ്. അപ്പൊ ഒരാൾ ചോദിക്കാണ്, പ്രസവിച്ചോടുത്ത് ഇങ്ങനെ കൂട്ട ദുആ നടത്താൻ നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ, നബി ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്ത സ്വഹാബത്തിലൂടെ നമുക്ക് ചോദിക്കാലോ, നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തിന് തെളിവെന്താ, നബി ചെയ്തിട്ടുണ്ടോ? അത് കേട്ട സ്വഹാബികൾ വറക്കോ? ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ മുൻകാലത്ത് നടന്നുപോരുന്ന നല്ല ആചാരങ്ങളാണ്. ചീത്താചാരങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ചീത്താചാരങ്ങൾ, ചീത്ത മാനദണ്ഡം, ഉദാഹരണം പറയുകയാണെങ്കിൽ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ, അവരുടെ മതാചാരങ്ങൾ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നതിന് വ്യക്തമായ മതവിധി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അമുസ്ലിമീങ്ങളുടെ ആഘോഷവേളകളിൽ ആ ആഘോഷവേളകളിൽ നമ്മൾ പങ്കാളികളാവുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഫിഖ്ഹ് എന്താ പറയുന്നത്? അത് ഓണം എന്നുള്ളതോ വിഷു അതല്ല ഞാൻ പറയുന്നത്, ഏതോ ആവട്ടെ, അമുസ്ലിം ആഘോഷവേളകൾ, ആ ആഘോഷവേളകളിൽ നാം പങ്കാളികളാവുക എന്നുള്ളത് അവരുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ബഹുദൈവാത്മകമായ അവരുടെ ഐതിഹ്യ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ കാഫിരികളാണ്. അങ്ങനെ ഉൾക്കൊള്ളാതെ അവരോട് തുല്യരാവുക എന്ന, ഞങ്ങളും ഹിന്ദുക്കളെ പോലെ തന്നെ, എന്താണ് നമ്മളും ഇന്ത്യക്കാരൻ ഹിന്ദുക്കളല്ലേ, ഹിന്ദുക്കളെ പോലെ തന്നെയല്ലേ, ഹിന്ദുക്കളുടെ ആചാരം അതുപോലെ നമ്മളും ആചരിക്കുക എന്ന രൂപത്തിലാണെങ്കിൽ അത് ഹറാമാണ്. അതേ സമയത്ത് അങ്ങനെയൊന്നുമില്ല, അയലോക്കത്തെ എന്തോ പപ്പടം പൊരിച്ചെന്ന് ഒച്ച കിട്ടും, അപ്പോ അവിടെ എന്തോ പപ്പടം പൊരിച്ചെന്നാ നമുക്ക് കുറച്ച് പപ്പടം പൊരിച്ച അവരുടെ ആഘോഷത്തോട് തുലനം ചെയ്യുക എന്നുള്ള ആ ഉദ്ദേശമൊന്നുമില്ല. ഒരു യാദൃശ്ചികതയിൽ സംഭവിച്ചു പോയ ഒരു ആഹ്ലാദം മാത്രമാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫതാവുൽ കുബറയിൽ പറഞ്ഞ ഫലാ ബൈസബി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് ബിഗയിൽ പറയുന്നത് എന്നാലും ഒരു കറാഹത്താണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് എന്നാ തുലനം ഉദ്ദേശവുമില്ലെങ്കിൽ കറാഹത്താണ്. അതേസമയത്ത് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിൽ ഫലാ ബൈസ, അങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള നിയമം. അപ്പോ ചുരുക്കത്തില് ഈ ഹിന്ദുക്കളുടെ വിഷു, അവരുടെ ഓണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ മതപരമായ അവരുടെ ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും വെച്ചു പുലർത്തുന്ന ആഘോഷ പരിപാടികളാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ അനുഭവം അത് അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഓണത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് പറയുന്ന മഹാബലിയുടെയും മറ്റുള്ളവരുടെയൊന്നും ചരിത്രമല്ല. മറിച്ച് ആ ചരിത്രം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ മക്കത്ത് പോയിട്ട് ഇസ്ലാമതം ആശ്ലേഷിച്ച സന്തോഷത്തിന്റെ ആഘോഷ പരിപാടികളായിട്ടാണ് നടന്നു പോരുന്നത് എന്ന ഒരു വീക്ഷണമുണ്ട് ചില ആളുകൾക്ക്. ആ വീക്ഷണം വെച്ചു പുലർത്തിക്കൊണ്ട് ചില ആളുകൾ അത് നമുക്ക് ആഘോഷിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ ആ വീക്ഷണത്തിന്റെ ചരിത്രപരത എത്രത്തോളം അവലംബയോഗ്യമാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ
അത് അത്രമാത്രം അവലംബിക്കപ്പെടാവുന്ന ഒരു വീക്ഷണമല്ല എന്നുള്ളിടത്തേക്കാണ് നമ്മുടെ നിഗമനം അല്ലെങ്കിൽ നമ്മുടെ ഗവേഷണം ചെന്നെത്തുക. ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമേ ഞാൻ പറയാം. ഈ ഓണത്തിനെ പറ്റി ശബ്ദധാരാവലിയിൽ കൊടുത്ത നിർവചനം എന്താണ്? ഓണത്തിനെ സംബന്ധിച്ചൊരു നിർവചനം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം, കേരളീയരുടെ ദേശീയോത്സവം, മഹാബലി കേരളം സന്ദർശിക്കുന്ന ദിവസം, ചിങ്ങമാസത്തിൽ പൂർണ്ണചന്ദ്രൻ ശ്രാവണ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സുദിനം, മഹാബലി ചക്രവർത്തി തന്റെ ത്രൈലോക്യ സാമ്രാജ്യം സത്യത്തിനു വേണ്ടി പരിത്യജിച്ചതിന്റെ സ്മാരകമത്രേ ഓണം. പറയുന്നത് കേൾക്കുന്നില്ലല്ലേ? കേൾക്കുന്നില്ല? സൗണ്ട് കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ട് എന്നല്ല എന്ന് പറയുന്നത്. ശരി. അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? മഹാബലി ചക്രവർത്തി തന്റെ ത്രൈലോക്യ സാമ്രാജ്യം സത്യത്തിനു വേണ്ടി പരിത്യജിച്ചതിന്റെ സ്മാരകമത്രേ ഓണം. അങ്ങനെയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതും ഇന്നത്തെ ആഘോഷങ്ങളിൽ കണ്ടുവരുന്നതും ആ ഐതിഹ്യത്തിന്റെ അനുസ്മരണമാണ്. അപ്പൊ ആ ഒരു ചരിത്ര, അത് കെട്ടുകഥയാണ്. ആ കെട്ടുകഥയിൽ അധിഷ്ഠിതമായ ഒരു ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം, അതിനെ അനുസ്മരിക്കുവാനുള്ള ഒരു ആഘോഷവേള എന്ന നിലക്കാണ്. അതിനെ ദേശീയവൽക്കരിക്കുന്നത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ അല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനെ ദേശീയവൽക്കരിച്ചുകൊണ്ട് ദേശീയാഘോഷമാണ് അല്ലെങ്കിൽ കാർഷിക ആഘോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ കാലത്ത് ഈ കാലത്തൊക്കെ കൃഷിയുടെ സമയമല്ലേ, അപ്പൊ കൃഷി കൊയ്തെടുക്കുന്ന സമയമൊക്കെ ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്. ഏതുമായി ബന്ധപ്പെടുത്തിയാലും അടിസ്ഥാനപരമായിട്ട് അത് ഹൈന്ദവാചാരം എന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ചിന്തിക്കാണ്, അല്ലെങ്കിൽ ആ പക്ഷമാണ് ഈ വിഷയത്തിലുള്ള ശരിയായ പക്ഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് ചിലപ്പോൾ കുഫറിലേക്ക് എത്തിക്കും, ചിലപ്പോൾ അത് ഹറാമായി മാറും, ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തിന്റെ പട്ടികയിൽ വരും. ഇങ്ങനെയാണ് ആ വിഷയത്തെ സംബന്ധിച്ച്. ഓണസദ്യക്ക് ക്ഷണിച്ചാൽ പോകാമോ? എന്തിനാ ഓണസദ്യക്ക്? ഓണസദ്യക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ഓണസദ്യയിൽ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശം. അവരുടെ ഐതിഹ്യങ്ങളും അവരുടെ അവരുടെ ആഘോഷത്തിൽ, അവരുടേതായ ആഘോഷത്തിൽ പങ്കാളികളാവുക എന്ന രൂപത്തിലാണെങ്കിൽ അത് മഹാതെറ്റാണ്. അതേസമയത്ത് അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ നമ്മളായിട്ട് ഒരു ആഘോഷം അവരെ പോലെ നിർവഹിക്കുക എന്നാണെങ്കിൽ അതും ഹറാമാണ്. ഈ രണ്ടും വെച്ച് പുലർത്തുന്നില്ലെങ്കിൽ കേവലം ഒരു ആഘോഷം എന്ന നിലക്കാണെങ്കിൽ അത് കറാഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടേണ്ടതായ പട്ടികയിലാണ് വരുന്നത്. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ നിലക്കത് അനാചാരം തന്നെയാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ഇനിയും ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഹദീസ് കൂടി പൂർത്തിയാക്കിയിട്ട് നിർത്താം. മുആവിയത്ത് ബിൻ ഖുർറ തന്റെ പുത്രൻ ജനിച്ചപ്പോൾ സ്വഹാബത്തിനെ കൂട്ടിയിട്ട് ദുആ ചെയ്തു. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ആമീൻ ചൊല്ലി. ഇത് ഇമാം ബുഖാരി തങ്ങൾ തന്റെ അൽ അദബുൽ മുഫ്രദിന്റെ 567 പേജിൽ 604 അധ്യായത്തിൽ കൊടുത്ത ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവം. അപ്പൊ നമ്മൾ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഏത് സന്ദർഭത്തിൽ, ഗൾഫിൽ പോകുമ്പോഴും വരുമ്പോഴും, പ്രസവിച്ച വീട്ടിലും, അതുപോലെ ജോലി തുടങ്ങുമ്പോഴും, വാഹനം വാങ്ങുമ്പോഴും, വാഹനം നിരത്തിലേക്ക് ഇറക്കാൻ തുടങ്ങുമ്പോഴും, പീടിക ഉദ്ഘാടനം ചെയ്യുമ്പോഴും, മദ്രസ തുടങ്ങുമ്പോഴും, ദർസ് തുടങ്ങുമ്പോഴും, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ വീട് നിർമ്മാണം ആരംഭിക്കുമ്പോഴും, വീടിന്റെ ഗൃഹപ്രവേശം നടത്തുമ്പോഴും, ഇങ്ങനെയുള്ള നാനാജാതി വിഷയങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്ന് അറിയാവുന്ന സൂറത്തുകൾ, അതിശ്രേഷ്ഠമായ ഭാഗങ്ങൾ ഓതുകയും അവ തവസ്സുലാക്കി പടച്ചതമ്പുരാനോട് ഇരന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ നടത്തിപ്പോരുന്ന കാര്യം, ബിദ്അത്തിന്റെയും അതുപോലെ ദലാലത്തിന്റെയും ആൾക്കാർ പുച്ഛത്തോടുകൂടി വിമർശിക്കുന്ന കാര്യം സമ്പൂർണമായ ഇസ്ലാമികമായ കാര്യമാണ്. അതൊരിക്കലും തന്നെ അനാചാരത്തിന്റെ പട്ടികയിലല്ല, അത് തികച്ചും സദാചാരത്തിന്റെ പട്ടികയിൽ വരുന്നു എന്ന് മാത്രമാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ, അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം. ഇൻഷാ അല്ലാഹ് ഇനിയും 100 കൂട്ടം അനാചാരങ്ങളും സദാചാരങ്ങളും നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. അള്ളാഹു അത് പറയാൻ നമുക്കോ മറ്റുള്ളവർക്കോ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ
നേരിട്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ അറിയിക്കണമെന്നും ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. جزاك الله وزاد الله في علمك. വളരെ സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരമായി അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും. ആദ്യം തന്നെ ഫാത്തിഹയുടെ കാര്യം, പിന്നെ അതുപോലെ പള്ളിയിൽ നിന്നൊക്കെ തസ്ബീഹ് ചെല്ലുന്ന കാര്യം, അങ്ങനെ പല കാര്യങ്ങളും ഉസ്താദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇതിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അവസാനമായിട്ടാണ് ഞാൻ കേട്ടത്. ഉസ്താദിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചെറിയൊരു സംശയം കൂടെ. ഉസ്താദ് ബിദ്അത്തിനെ ഇങ്ങനെ വിശദീകരിച്ച് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ അനാചാരം എന്ന് പറയുമ്പോൾ നമ്മളോട് വിലക്കപ്പെടാത്തതെല്ലാം നമുക്ക് ചെയ്തൂടെ? അതിന് മറ്റു തെളിവിന്റെ ആവശ്യം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ടോ? വിലക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുകൂടെ? തെളിവ് നമുക്ക് വേണോ എന്നുകൂടെ ഞാൻ ചോദ്യം ഉന്നയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ വിശദീകരണത്തിൽ ഒരു തെറ്റിദ്ധാരണ വരും. തെളിവുകൾ ഉള്ളതേ ചെയ്യാവൂ എന്ന് വരുമ്പോ തെളിവുകളൊന്നും കണ്ടിട്ടില്ലെങ്കിലും അതിനെ സംബന്ധിച്ച് വ്യക്തമായ നെഹിയില്ല, വിരോധമില്ല. വിരോധമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ള അതും ചെയ്യാൻ പറ്റൂല. തെളിവ് കാണുക തന്നെ വേണം. ചെയ്യണം എന്നുള്ളതൊരു തെളിവുണ്ടെങ്കിലേ ചെയ്യാവൂ. അതേസമയത്ത് ചെയ്യരുത് എന്ന് വിലക്കില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സ്വാഭാവികമായ നല്ലൊരു ചോദ്യമാണ്. അതും ഇസ്ലാമികമായി ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ചെയ്യരുത് എന്ന് വിലക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഖുർആൻ പറഞ്ഞെന്താ, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു, റസൂല് കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക. വമാ നഹാക്കും അൻഹു ഫന്തഹു, നബി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അപ്പൊ നബി കൽപ്പിച്ചിട്ടുമില്ല, വിരോധിച്ചിട്ടുമില്ല. അങ്ങനത്തെ കാര്യങ്ങളോ അത് ചെയ്യുകയുമാവാം, ചെയ്യാതിരിക്കുകയുമാവാം. നിർബന്ധമായിട്ട് ചെയ്തോളൊന്നുമില്ല, എന്നാൽ അതേ സമയത്ത് ചെയ്യാതിരുന്നു കൊള്ളണമെന്നുമില്ല. അപ്പോ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ തെളിവ്. അപ്പൊ അതിനും തെളിവുണ്ട്. അതും തെളിവില്ലാതെ പുറത്തു പോയതല്ല. അള്ളാഹുവോ റസൂലോ അതിനെ കൽപ്പിച്ചിട്ടില്ല എന്നല്ല, വിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ്. കാരണം ഷാഫിമാൻ പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഖാലഫ അൽ കിതാബ വസ്സുന്നത്ത വൽ അസറ വൽ ഇജ്മാഅ, ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് ഇവയോട് എതിരാകുമ്പോഴാണ് അനാചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവയോട് യോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നില്ല, ഈ രണ്ടും അനാചാരമല്ല. രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്, ചെയ്യൽ ജായിസാണ് എന്ന് തന്നെയാണ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ എന്റെ മനസ്സിലുള്ളത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ട്. ഉസ്താദിന്റെ ചോദ്യം, ദീനില് പുണ്യകരമാണ് എന്ന് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ ചെയ്താൽ അങ്ങനെ കൂലി കിട്ടുമോ എന്നുള്ളതാ. ദീനില് പുണ്യാണ് എന്ന് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് കൂലി കിട്ടുമോ എന്നുള്ളതാണ്. പുണ്യകരം ആണ് എന്ന് പുണ്യകരമല്ലാത്ത ദീനിൽ അതിനൊരു മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ മതത്തില്. അസ്സലാമു അലൈക്കും. ദീനിൽ പുണ്യകരമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു സംഗതി പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന് വ്യക്തമായ ദലീലുള്ള കാര്യങ്ങളുണ്ട്, പൊതുവായ പ്രമാണങ്ങളിൽ നിന്ന് പെട്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്രസയും സിലബസും അതൊരു ദീനീ പ്രവർത്തനമാണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്, ആർക്കും തർക്കമല്ല. പക്ഷെ അതിന് അതെ എം കെ പൂക്കുളത്തൂർ പറഞ്ഞ പോലെ തന്നെ ഉദാഹരണമായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പോഴേ നമുക്ക് ആ ചോദ്യം പൂർണ്ണമാവുള്ളൂ. എങ്കിലും നമ്മൾ ആ ഉദാഹരണം പറഞ്ഞു. മദ്രസയും സിലബസും
അതിപ്പോ ഏത് ഹദീസിലും ആയത്തിലും ഉള്ളത് അതിന് കൂലിട്ടുന്ന കാര്യമാണെന്നുള്ളത് ഇൽമു പഠിപ്പിച്ചാൽ കൂലി കിട്ടും എന്നുള്ള പൊതു സംഹിതയിൽ അത് ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ? ദീനിന്റെ പൊതുവായി കൽപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കൂലി കിട്ടും, പൊതുവായി വിരോധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കുറ്റം കിട്ടും. രണ്ടിലും ഉൾപ്പെടുന്നില്ലെങ്കിലോ അത് അടിസ്ഥാനപരമായിട്ട് അതിനെപ്പറ്റി മുബാഹ് എന്നാണ് പറയുക. മുബാഹായ ഒരു സംഗതി സാന്ദർഭികമായിട്ട് പ്രതിഫലം ലഭിച്ചേക്കും, അത് മനസ്സിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രതിഫലം ലഭിച്ചേക്കും. ഇങ്ങനെയാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം എനിക്കതിന് മറുപടി പറയാൻ അറിയില്ലാത്തതുകൊണ്ടിട്ട് ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലും ഒരു മലക്ക് അത് അള്ളാഹിന്റെ റസൂലിന്റെ റൗളയിലേക്ക് എത്തിക്കുമെന്നും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് നേരിട്ട് എത്തുമെന്നുണ്ട്. അപ്പൊ റസൂലിനോട് നമുക്ക് എന്തെങ്കിലും ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് റൗളയിൽ തന്നെ പോകണോ എന്നൊരു സംശയം എന്നോടൊരു സുഹൃത്ത് ചോദിച്ചാണ്. അപ്പൊ അത് എനിക്കതിനെ പറ്റി വ്യക്തമായിട്ട് പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഉസ്താദിന്റെ ക്ലാസ്സിൽ ചോദിക്കലാണ്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ആ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് സലാത്തിന്റെ മാത്രം ഒരു സലാത്ത് എന്നുള്ള സ്പെഷ്യൽ വിഷയത്തിന്റെ അത് നബിയിലേക്ക് എത്തുന്ന രണ്ട് മാർഗങ്ങളാണ്. അടുത്താകുമ്പോൾ അത് ആ രണ്ട് കേൾവിയാണെങ്കിലും സാധാരണ ലോകവുമായി ബന്ധപ്പെട്ടതല്ല. അതൊക്കെ അസാധാരണമായ അഭൗമമായ ലോകത്ത് നടക്കുന്ന രണ്ട് പ്രതിഭാസങ്ങൾ റസൂൽ വിശദീകരിച്ചതാണ്. ഒന്നെന്താണ്, സലാത്ത് ചെല്ലുമ്പോൾ എന്റെ അടുത്താവുമ്പോൾ ഞാൻ നേർക്കുനേരെ കേൾക്കും. അതേസമയത്ത് വിദൂരത്ത് അകലുള്ള ആളുടേതാവുമ്പോ അതും ഞാൻ കേൾക്കും. അതിന്റെ മാധ്യമം എന്ത്? കേൾവിക്ക് മാധ്യമം ആവശ്യമാണ്. ആ മാധ്യമം രണ്ട് തരത്തിലുള്ള മാധ്യമം, അത് രണ്ടും സലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതേസമയത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമൽ എന്ന് പറഞ്ഞാൽ ഖൗലാവട്ടെ ഫിഅലാവട്ടെ അതൊക്കെ അമലാണ്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാരോടാ പറഞ്ഞത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അല്ലാഹു തആല സൗകര്യം ചെയ്തു തരും. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തും റസൂലുള്ളാഹിനോട് പറഞ്ഞാലും നബി തങ്ങൾക്ക് അത് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചോനാവില്ലട്ടോ. അങ്ങനെ ദൂരത്തുനിന്ന് കേട്ടാൽ അതാണ് പടച്ചോന്. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിളിക്കുമ്പോൾ കേൾക്കുമ്പോൾ അതാണ് അള്ളാഹ്. അപ്പൊ റസൂലുള്ള അള്ളയാണ്. ഈ ജാതി പൊട്ടപ്പോയത്തരങ്ങളിലേക്ക്, ആ പൊട്ടപ്പോയത്തരങ്ങൾ അത് വെച്ച് പുലർത്തുന്ന സ്വഭാവക്കാരാണ് അത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സംശയങ്ങളായിട്ട് മുന്നോട്ട് പോകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള സംവിധാനം അല്ലാഹു തആല ഒരുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ള തന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ് നാം ആ വിഷയത്തിൽ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കാറുള്ള തെളിവ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് ചോദ്യമുണ്ട്. PM ഒന്നാണ്, മൈക്കെടുക്കാൻ സാധിക്കാത്തവരാണ്. ഗർഭിണികൾ പാത്രം എഴുതി കുടിക്കുന്നതിനെ കുറിച്ച് പറയാമോ? എന്താണ് എഴുതുന്നത്? അതിന്റെ വിധി എന്ത്? അതാണ് ഒരു ചോദ്യം. പിന്നെ ഒരാൾ ഓണസദ്യക്ക് വിളിച്ചാല് അത് പോകുന്നതിന്റെ വിധി എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ അത് തെറ്റാണെങ്കിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി പോകുന്നതിന് തെറ്റുണ്ടോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. വലൈക്കും അസ്സലാം. ഗർഭിണികളും ഞാൻ നിങ്ങളെ അയച്ച PM കണ്ടു. പക്ഷെ ഞാൻ ഗർഭിണികൾ എന്നുള്ളത് കബറിങ്ങൽ എന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ കബറിങ്ങൽ പാത്രം എഴുതി കുടിക്കുക എന്നുള്ളത് എന്താണിപ്പോ എഴുതിയത് എന്നുള്ള നിലക്ക് എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രതികരിക്കാതിരുന്നത് അമീർ സാഹിബെ. പിന്നെ ഗർഭിണികൾ പാത്രം എഴുതി കുടിക്കുന്നതിനെ കുറിച്ച് പറയാമോ? അത് ഫാത്തിഹ സൂറത്ത് എഴുതാറുണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും ദിക്റുകൾ, ഖുർആനിലും ഹദീസിലൊക്കെ വന്ന നല്ല നല്ല ദിക്റുകൾ, ഖുർആനിൽ വന്ന ആയത്തുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇപ്പൊ എഴുതി കുടിക്കാറുള്ളത്
ഇത് ഖാലത്ത് ഇമ്രാത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ എന്ന് തുടങ്ങുന്ന അങ്ങനെ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം വരേക്കുമുള്ള ഭാഗങ്ങൾ എഴുതി കുടിക്കാറുണ്ട്. ചില ആളുകൾ ഫാത്തിഹ സൂറത്ത് എഴുതി കുടിക്കാറുണ്ട്. അതൊക്കെ ബറക്കത്തുള്ള കാര്യമാണ്. അതൊക്കെ ഖുർആനും ഹദീസും ബറക്കത്തുള്ള വിഷയങ്ങളാണ്. ആ നിലക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ വിധി എന്താണ്? ഇതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്, അനുവദനീയമായ സംഗതികളാണ് എന്നുള്ളതാണ് അതിന്റെ വിധി. പിന്നെ രണ്ടാമത്തത് ഓണസദ്യക്ക് വിളിക്കുന്നവൻ ഓണത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന നിലക്കാണ് വിളിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പങ്കെടുക്കാതിരിക്കുകയാണ് വേണ്ടത്. സൗകര്യപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അങ്ങനെ ഒഴിഞ്ഞു മാറണം. അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. മുൻകറാത്തുകൾ കാണുമ്പോൾ വിട്ടു നിൽക്കണം എന്നാണല്ലോ. ഞാൻ ഒറ്റ ഉദാഹരണം, ഒരു ഇബാറത്ത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഒറ്റ ഇബാറത്ത് ഏതായാലും ചോദിച്ചപ്പോ ഒരു ഇബാറത്ത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു ഇബാറത്ത് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഫത്ഹുൽ ബാരിയിലെ 442 പേജിലാണ് പറയുന്നത്. രണ്ടാം വാള്യം 442 പേജിൽ പറയാണ്, വസ്തുംബിത മിൻഹു കറാഹത്തുൽ ഫറഹി ഫി അഅയാദിൽ മുശ്രിക്കീൻ വത്തശബ്ബുഹു ബിഹിം. മുശ്രിക്കീങ്ങളുടെ അഥവാ കാഫിരീങ്ങളുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും അതിന് സന്തോഷപ്പെടുക എന്നുള്ളത് തെറ്റാണ്, അവരോട് സാദൃശ്യമാവുക എന്നുള്ളതും തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർ ഓണസദ്യ, ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സദ്യ ഉണ്ണുക, അതുപോലെ പൂക്കളിടുക, കോൽക്കളിയും പുലിക്കളിയും ചാടിക്കളിയും അതുപോലെ തന്നെ വേഷപ്രച്ഛന്നവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, വടംവലി. അപ്പൊ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വടംവലിയിൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റുമോ? ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കബഡിയിൽ നമ്മൾ പങ്കെടുക്കാൻ പറ്റുമോ? അത് അവരുടെ ആഘോഷം നമ്മൾ നടത്തുക എന്നതാണെങ്കിൽ അത് പലപ്പോഴും കുഫറായി പോകും. അവരുടെ ആ ഒരു ഉദ്ദേശമില്ലാതെ അവരാഘോഷിക്കും പോലെ നമ്മൾ അവരുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കാളികളാവുന്നില്ലെങ്കിലും അവരാഘോഷിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണെങ്കിൽ അത് ഹറാമാണ്. അങ്ങനെയൊന്നും ഉദ്ദേശമില്ലാതെ നമ്മൾ അവരുടെ കബഡിയിൽ പങ്കെടുത്തു, പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് വ്യായാമം എന്നാണ്, ശരീരത്തിലൊരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ളത്. ബാക്കി അവരുടെ ആഘോഷമായിട്ട് നമ്മുടെ മനസ്സിൽ യാതൊരു വിഷയത്തിലുള്ള മതവിധി. പിന്നെ മതസൗഹാർദ്ദം എന്നുള്ളൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു മതസൗഹാർദ്ദം ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. മതങ്ങൾ തമ്മിൽ ഒരു മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടർത്ഥമുണ്ട്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം, മതങ്ങൾ തമ്മിൽ സംഘട്ടനമാണ് ഇസ്ലാമിന്റെ ഭാഷ്യത്തിൽ. ഇസ്ലാമിന്റെ ഭാഷ്യത്തിൽ മതങ്ങൾ തമ്മിൽ സംഘട്ടനമാണ്. ഹിന്ദു മതവും ഇസ്ലാം മതവും ഒരിക്കലും യോജിക്കൂല. ക്രൈസ്തവ മതവും ഹൈന്ദവ മതവും അതുപോലെ ഇസ്ലാം മതവും ഒരിക്കലും യോജിക്കൂല. അടിസ്ഥാനപരമായി വിയോജിക്കുകയും ആദർശപരമായി സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മതങ്ങളാണ്. മതസംഘട്ടനങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്, മതസൗഹാർദ്ദങ്ങളല്ല. പിന്നെ മതത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറയുന്നത് അത് മതത്തിന്റെ ആളുകൾ തമ്മിൽ മനുഷ്യ സൗഹാർദ്ദം എന്ന അർത്ഥത്തിലുള്ള സൗഹാർദ്ദമാവാം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യ സൗഹാർദ്ദം എന്നുള്ള അർത്ഥത്തിലുള്ള സൗഹാർദ്ദം. പിന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സൗഹാർദ്ദമുണ്ട്. നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി ഇതര മതക്കാരുമായിട്ട് സൗഹാർദ്ദത്തിൽ ഏർപ്പെടുക, അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് ന്യൂനപക്ഷത്തിന്റെ രാജ്യത്ത് നമ്മുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള സൗഹാർദ്ദം. ആ രൂപത്തിലുള്ള സ്വാഭാവികമായ സൗഹാർദ്ദങ്ങൾ അത് ആ ഉപാധികൾ നൽകപ്പെട്ട കാര്യത്തിൽ മാത്രമേ ബാധകമാവുകയുള്ളൂ. ആഘോഷങ്ങൾ പോലുള്ള വിഷയത്തിന് അത് ബാധകമല്ല. ഇനി മസ്ലഹത്തിന് വേണ്ടി അഥവാ ഓണാഘോഷത്തിന് ക്ഷണിച്ചിട്ട് നമ്മൾ ചെന്നിട്ടില്ല എങ്കിൽ അവിടെ വല്ല വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടും. അതല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് ബാഹ്യമായിട്ട് മാത്രം അവിടെ സദ്യ ഉണ്ടാൽ മതി. സന്തോഷത്തോടു കൂടി നമ്മളത് ഒരിക്കലും കഴിക്കരുത്. അതാണ് അത് വളരെ ബാഹിറാണല്ലോ. ഒരു തെറ്റ് കണ്ടാൽ നാവുകൊണ്ട് കൈകൊണ്ട് തടയണം. അതിന് കഴിയാത്തവൻ നാവുകൊണ്ട് തടയണം.
അതിനും കഴിയാത്തവൻ ഹൃദയം കൊണ്ട് തടയണം എന്നല്ലേ? അപ്പൊ ഹൃദയം കൊണ്ട് നമ്മൾ അതിനെ വെറുക്കുക. അതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ചെറിയൊരു ഉസ്താദ് ബിദഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴുള്ള ഒരു ചോദ്യമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകള്, മോജിസത്തുകള്, അതായത് നബിയുടെ ഖസായിസുകള്, അതിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളില് സംബന്ധിച്ച് അതിനെപ്പറ്റി ബിദഅത്ത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിയലുണ്ടാവും, നിയലുണ്ടാവില്ല, ഒരു കാലത്തും ഒരു സമയത്തും നിയലുണ്ടായിട്ടില്ല എന്നും ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നും രണ്ട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിലക്കും നിയലു ഉണ്ടാവാം, ചില സമയത്ത് നിയലുണ്ടാവാം എന്നൊരു വിഭാഗം പറഞ്ഞാൽ അവരെ പറ്റി മുബ്തദി എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായിരിക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ഒരു അഖീദയിലുള്ള അത് സംഭവം അഖീദയാണ് ഇവിടുത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, ഖസായിസുകൾ മരണത്തോടുകൂടി ഇനി മുഅ്ജിസത്തുകൾ, ഖസായിസുകൾ നബിയിൽ നിന്ന് അമാനുഷികതകൾ മരണത്തിനു ശേഷം ഉണ്ടാകില്ല. നബിയിൽ നിന്ന് അമാനുഷികതകൾ വഫാത്തിനു ശേഷം ഉണ്ടാകില്ല എന്നാണ് വാദമെങ്കിൽ, അത് വളരെ വ്യക്തമായിട്ട് വാദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, അത് വളരെ വ്യക്തമായി വാദിക്കുന്നുണ്ടെങ്കിൽ അത് കടുത്ത ബിദ്അത്താണ്. അവരെ സംബന്ധിച്ച് മുബ്തദിഈങ്ങൾ എന്നാണ് പറയുക. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കിതാബുകളിലെല്ലാം, ഉദാഹരണം ശറഉൽ അഖായിദിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമ്പിയാക്കള് അതുപോലെ ഔലിയാക്കളുടെ മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ വഫാത്തിനു ശേഷവും സംഭവിക്കും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നിഴൽ ഏതെങ്കിലും ഒരു മുഅ്ജിസത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാകുമ്പോൾ അത് നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ട. അതിനെ സംബന്ധിച്ച് ഈ അർത്ഥത്തിലുള്ള മുബ്തദിഈങ്ങൾ എന്ന് അവരെ സംബന്ധിച്ച് പറയാമോ എന്നുള്ളത് അതൊരു നല്ല ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ആ ചോദ്യത്തിന് നമ്മൾ അതൊരു കൃത്യമായിട്ട് അത് പറയാമോ, പറയാൻ പറ്റൂലേ, അതിനെ സംബന്ധിച്ച് നമ്മൾ ഉസ്താദുമാരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കി തരാം. മൊത്തത്തിൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും വഫാത്തിനു ശേഷം മുഅ്ജിസത്ത്, കറാമത്തുകൾ ഉണ്ടാകൂല. ഈ വാദം തെറ്റാണ്. തെറ്റു മാത്രമല്ല, അങ്ങനെ വാദിക്കുന്നവർ സുന്നിയല്ല, ബിദ്അത്തുകാരനാണ്. ഏതെങ്കിലും ഒരു ഖസായിസിനെ, ഏതെങ്കിലും ഒരു മുഅ്ജിസത്തിനെ എടുത്തു കാട്ടിയിട്ട് അത് വഫാത്തിന് ശേഷം ഉണ്ടാവൂലേ എന്നിങ്ങനെ അതിന്റെ മാത്രം പ്രത്യേകതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചർച്ചയിൽ എന്ത് നിലപാടാണ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി പറഞ്ഞു നടത്തിയിട്ട് മറ്റുള്ള അടുത്ത തുടർ ആഴ്ചകളിൽ നമുക്ക് പ്രതികരിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ തയ്യിബ മൈക്ക് വേണ്ടി സമയം കുറെ ആയിട്ടുണ്ടെങ്കിലും ഞാനൊരു ഇന്ന് ബിദ്അത്തിനെയും സുന്നത്തിനെയും തുടക്കം മുതൽ വിവരിച്ച സമയത്ത് എന്റെ മനസ്സിലിങ്ങനെ മുഴച്ചുന്നൊരു വിഷയം പറയാന്ന്. നമ്മളിപ്പോ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് ബിദ്അത്താന്ന് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളൊരു ധാരണ, വിശദീകരണം അറിയാതെ നമ്മൾ ധരിച്ചു വെച്ചൊരു വിഷയമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ആ രീതിയിൽ തന്നെയാണ് ഉസ്താദിന്റെ വിശദീകരണങ്ങൾ വന്നത് എന്ന് എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മളിപ്പോ ബിദ്അത്ത് ഹസനത്തും ചെയ്യത്തൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോ ഇതിൽ എങ്ങനെ നമുക്ക് മാറ്റം കാണാം? ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ട് നിഅമൽ ബിദ്അത്ത് എന്ന് പറയുന്നതും കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറയുന്നതും എങ്ങനെയാണ് അതിന്റെ സാത്തിൽ എപ്പോഴും സാധാരണ നമ്മൾ ധരിക്കുന്ന ഒരു ബിദ്അത്ത് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചോദിക്കുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിനുള്ള മറുപടി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി സംസാരിച്ചൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ
സംസാരത്തിൽ അത് ഉൾപ്പെടുത്താതിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്ത് എന്ന് എവിടെങ്കിലും കാണുമ്പോഴത്തേക്ക് അനാചാരം എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്ത് എന്ന് വെക്കരുത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നവീനമായത് എന്നാണ്. പിൽക്കാലത്ത് വന്നത്, നബിയുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാതെ പിൽക്കാലത്ത് വന്നത്, അത് ആ അർത്ഥത്തിലല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബിദ്അത്ത് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഭാഷാപരമായിട്ടുള്ള ബിദ്അത്ത് തെറ്റാവണമെന്നില്ല. ഭാഷാപരമായി പുതുതായി ഉണ്ടായത്, മുൻപില്ലാത്തത്, മുമ്പില്ലാതിരുന്നത്, പിൽക്കാലത്തുണ്ടായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല. അതിൽ തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. ശരിയുണ്ടെന്ന് മാത്രമല്ല, ചിലത് നിർബന്ധവുമായിരിക്കും, ഒഴിവാക്കാൻ തീരെ പാടില്ലാത്തതായിരിക്കും. ചിലത് ചെയ്താൽ കൂലി കിട്ടുന്നതായിരിക്കും. ചില കാര്യങ്ങൾ തെറ്റായിരിക്കും. അങ്ങനെ ഭാഷാപരമായിട്ട് ബിദ്അത്ത് എന്നൊരു പ്രയോഗമുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തറാവീഹിനെ സംബന്ധിച്ച് നിഅമത്തുൽ ബിദ്അത്തു എന്ന് പറഞ്ഞത് എന്നിങ്ങനെയുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ സദാചാരം അനാചാരം എന്ന മലയാള വാക്കിന്റെ അറബിയായിട്ട് സദാചാരത്തെ സംബന്ധിച്ച് സുന്നത്തെന്നും അനാചാരത്തെ സംബന്ധിച്ച് ബിദ്അത്ത് എന്നും പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗമനുസരിച്ചാണ് നമ്മുടെ വിഷയത്തിൽ ആചാരം അനാചാരം ആചാരം നല്ലതും ചീത്തയും എന്നിങ്ങനെ വേർതിരിച്ചതെന്നും നല്ല ആചാരത്തിനെ പറ്റി സുന്നത്തെന്നും ചീത്ത ആചാരത്തിനെ പറ്റി ബിദ്അത്തെന്നും പറയുമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് അപ്പോ നല്ല ആചാരം എന്ന അർത്ഥത്തിൽ പറയുന്ന സുന്നത്ത്, ചീത്ത ആചാരം എന്ന അർത്ഥത്തിൽ പറയുന്ന ബിദ്അത്ത്, അവയുടെ നിർവചനം എന്തല്ല എന്നിങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കിയായതുകൊണ്ടുണ്ടായ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എന്നിങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം. കാരണം നാളെ രാവിലെ കാസർകോട്ടേക്കറ്റം പോകാനുള്ളതാണ്. ആദ്യമേ പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും ഉസ്താദെ, ഈ സമയത്ത് ചോദിക്കണം എന്ന് തന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ മൈക്കിലേക്ക് വന്നത്. ഇതുവരെ അതുകൊണ്ടായിരുന്നു ഞാൻ വരാതിരുന്നത്. കാരണം ഉസ്താദ് ഈ ഓണത്തിനെ കുറിച്ച് കുറച്ച് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ഒരു വലിയ ഭാഗവാക്കാണ്. കാരണം എന്റെ ജോലി തന്നെ റെസ്റ്റോറന്റ് ആണ്. അപ്പോ ഞാൻ ഇതിന് ഓണസദ്യ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്ന് ഇപ്പൊ ഇത് കേട്ടപ്പോ ഒന്ന് ഭയന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൈക്കിലേക്ക് പെട്ടെന്ന് വന്നത്, അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓണസദ്യ ഉണ്ടാക്കി ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് മൈൻഡ് മാത്രമായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ ഉസ്താദ് അതും കൂടി ഒന്ന് ഈ കൂട്ടത്തിൽ വിശദീകരിക്കണമെന്ന് വിനീതമായി ഒരു അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അബൂ തൈബന്റെ ശേഷം ആരും മൈക്കെടുക്കരുത്. കാരണം ഉസ്താദിന് നാളെ രാവിലെ എങ്ങോട്ടോ യാത്രയുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞതാണ്. അത് നമ്മൾ ചോദ്യങ്ങൾ മറ്റത് ചോദിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതുപോലെ ഒരു PM വന്നത്, വിവാഹം ആഘോഷമാണോ, കല്യാണ വീട്ടിൽ ദഫുമുട്ടും ഇസ്ലാമികമായിട്ടൊക്കെ ഉള്ള ഒരു വിവാഹം നടക്കുന്നുണ്ടല്ലോ, ദഫുമുട്ടും ഇതിനൊക്കെ ആയിട്ടുള്ള. അപ്പൊ അതിനെക്കുറിച്ചും അത് അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന് കൂടി ഒരു PM വന്നിട്ടുണ്ട്. അതിനും ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു അനാചാരം തെറ്റാണെന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങൾക്ക് തെറ്റായ അനാചാരങ്ങൾ കാഫിരീങ്ങൾക്കും തെറ്റന്നെയാണ്. തെറ്റിനെ സഹായിക്കുന്ന വിധത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നതിന്റെ വിധി എന്താണ്? നമ്മളിപ്പോ ഒരാൾക്ക് മുന്തിരി കൊടുത്തു. ആ മുന്തിരി കൊണ്ട് അയാൾ കള്ളു കുടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ അയാളായിട്ട് ഇടപാട് നടത്താൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനം ഇവർ കൊണ്ടുപോകുന്നത് ഓണസദ്യക്ക് വേണ്ടിയാണ് എന്നാണെങ്കിൽ അതിന്റെ പ്രത്യക്ഷമായ മാനം അത് ചെയ്യരുത് എന്നാണ്. പക്ഷെ അത് നമ്മൾ ആ മസാല പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ കാര്യം മാത്രമല്ല, അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെയൊക്കെ ബാധിക്കും. അത് അവൻ കൊണ്ടുപോകുന്നത് ഓണസദ്യക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്.
അപ്പോ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് പറയാം. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ ലക്ഷങ്ങളെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ്. ലക്ഷങ്ങളെ ബാധിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ നമ്മളെ പീടികയിലേക്ക് വരുന്ന ഒരു അമുസ്ലിം സഹോദരൻ കൊണ്ടുപോകുന്ന വസ്തുക്കൾ അത് ഇന്നത്തെ ഓണാഘോഷത്തിനാണെന്ന് വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അവർക്ക് ആ സാധനം വിൽക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി പഠനം നടത്തിയതിനു ശേഷം അത് എല്ലാ ആഴ്ച നടക്കുന്ന ക്ലാസ് ആണല്ലോ, നമുക്ക് അവസരം ഉണ്ടല്ലോ. പറയാം. ഞാനത് പറയാത്തെന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ചില മറുപടികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത് നിങ്ങളെ ബാധിക്കുന്ന മാത്രം കേസല്ല, ലക്ഷങ്ങളെ ബാധിക്കുന്ന കേസാണ്. നമ്മള് ഒരു വിഷയം KICR വെച്ച് പറയുമ്പോൾ അത് ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പറയുക എന്നുള്ളത് വെച്ചിട്ട് ഞാനത് മാറ്റിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഇതേ വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളുടെ അവതരണം. ഒരുപാട് നൂറുകൂട്ടം വിഷയങ്ങളുണ്ട്, ആചാരവും അനാചാരം കേട്ടോ. ഞാൻ പണ്ട് പറഞ്ഞത് ആചാരമാണ്, ഇനി നാളെ പറയാൻ പോകുന്നത് ചിലപ്പോൾ അനാചാരക്കാരം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചില അനാചാരങ്ങളേക്കാരം പറയാം. അപ്പോ അത് കേൾക്കാനും പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ അവിടെ ചോദ്യത്തിൽ മാറ്റിവെച്ച ചില ചോദ്യങ്ങളുടെ മറുപടികൾ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.